സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ കോമ്പറ്റീഷൻ ഞാനാ ചെയ്തത്. ആ സ്റ്റുഡിയോ ഉള്ള സമയത്ത് ഞങ്ങളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. തിലകൻ ചേട്ടൻ്റെ ലാസ്റ്റ് മൂവി ആയിരുന്നു അത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരെന്നിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കണം. എൻ്റെ ബിഗ് 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 ഡ്രീം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഡയറക്ടർ ആവാന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഫാഷൻ ഷോ കാണുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു സംഭവം, നെവർ സേ നോ. ഞാൻ നേരിട്ട് അനൗൺസ് ചെയ്തു. ഒരൊറ്റ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഓഡീഷന് ഗോൾഡ് സൂക്ക് ഫുൾ ആളായിരുന്നു. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അവസരം നൽകുക, അതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. സ്റ്റേറ്റിൽ വരെ ബെസ്റ്റ് ആക്ടർ മേടിച്ചിരിക്കുന്നു. 2000 എൻ്റെ ആദ്യത്തെ കബൂൽ എന്ന് പറഞ്ഞ കാസറ്റ് ഇറങ്ങുന്നത് ദുബൈയിൽ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് SP സാറ് എൻ്റെ പാട്ട് പാടുമ്പോൾ ഞാൻ എഴുതി മഞ്ഞത്തുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. മംഗലാപുരം വിമാന ദുരന്തം സിനിമയാകുന്ന പറഞ്ഞിട്ട് കുറേ വിവാദങ്ങളും ദുബായിലൊക്കെ മിഡിൽ ഈസ്റ്റ് പത്രങ്ങളിലും ഒക്കെ വന്നത്. ഭയങ്കര ദുരന്തമുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ കൈക്കൂലി ചോദിച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ പുറത്ത് വെയിലും കൊണ്ടിട്ട് 4 മണി വരെ ഞാൻ നിന്നു. നീ ഇവിടുന്ന് കഥ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഞാനും ആ കൊച്ചും കൂടിയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ സാധനം ഒരു ദിവസം എൻ്റെ ഉമ്മ കണ്ടു. എന്നെ കൊണ്ട് സത്യടിപ്പിച്ചു അഭിനയിക്കരുത്. വെൽക്കം ടു JC സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഈ എപ്പിസോഡിൽ ഇദ്ദേഹത്തിന് എങ്ങനെ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് ഓടിച്ചതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ മുമ്പായിട്ട് 92 തുടങ്ങി ഈ മേഖലയിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒറ്റയാനെന്ന് പറയാം, വൺമാൻ ഷോ എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം മോഡലിംഗ് രംഗത്തും ഗ്രൂമിംഗ് രംഗത്തും അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞുതരും. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേരും പറയാം, നാസിം എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വഴിയാണ് പരിചയപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹം ഒരു ഫ്ലോറിൽ അദ്ദേഹമുണ്ട്. കുറേ പെണ്ണുങ്ങളുണ്ട് മോഡലിംഗ് രംഗത്തുള്ള. അദ്ദേഹത്തിന് ചുറ്റിനും ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നോക്കുമ്പോൾ തലയിൽ കൃഷ്ണൻ്റെ പോലെ, എനിക്ക് എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടതാണ് കൃഷ്ണനെ പോലെ നിൽക്കുന്നൊരു വ്യക്തി. ഞാൻ വിചാരിച്ചു എന്തൊരു മനുഷ്യനാണത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിൽക്കുന്നുണ്ട്. അപ്പോൾ സമാധാനമായി, ഒറ്റക്കല്ല. അപ്പോൾ അദ്ദേഹത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഷഹീർ ഉമ്മർ. ഗുരുവായൂരുകാരനാണ്. ഇന്ന് എറണാകുളത്ത് സെറ്റിൽ ചെയ്തേക്കുന്നു. 92 തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തുടങ്ങി സിനിമ ക്രൈസ് തലക്ക് പിടിക്കുകയും അതിനുശേഷം ഇന്നിപ്പോൾ വർഷങ്ങളായിട്ട് എറണാകുളത്ത് സെറ്റിൽ ചെയ്തേക്കുന്ന അദ്ദേഹം. അപ്പോൾ ഡോക്ടർ ഷഹീർ ഉമർ, വെൽക്കം JC സ്റ്റുഡിയോ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഷഹീർ ഉമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചങ്ങാതിയാണ്. ഇതെല്ലാം ചങ്ങാതിമാരാണ് കുറച്ച് കാലഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇദ്ദേഹം നമ്മുടെ ഒരു ചങ്ങാതി തന്നെയാണ്. പക്ഷേ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയാണ്. പല രീതിയിലും പല ബിസിനസ്സും പുള്ളി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ തന്നെ കേട്ടറിയാം. ചിലപ്പോൾ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അത് ഉറപ്പാണ്. പറഞ്ഞോ ഷഹീർ ഭായ്, എന്താണ്? ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഞാൻ ഓർക്കുന്ന സംഭവം, നമ്മൾ ഫസ്റ്റിൽ കണ്ടൊരു സംഭവം, നാസിനായിട്ട് കണ്ടു, ഒക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം റോഡ് മൂവിയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചത് മിസ്റ്റർ റഷീദ് ഡയറക്ടർ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു സീനുണ്ട്, അപ്പോൾ നീ തന്നെ അഭിനയിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിനയിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ മോഡലിങ്ങിലേക്ക്. അപ്പോൾ എൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. ഞാൻ 10 രൂപക്ക് ഓടുകയെന്നുണ്ടെങ്കിൽ 20 രൂപക്ക് ഓടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓടും. എന്നിട്ട് ആ 20 ഒപ്പിച്ചിട്ട് അവന് കൊടുക്കുന്നിട്ട് 10 രൂപക്ക് ഞാൻ ഓടും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, അത് പറ്റില്ല, അത് ആ സീൻ നീ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ വരുമ്പോൾ അവന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നേരെ അവന് ലൊക്കേഷനിൽ വന്നു. ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ്. അപ്പോഴും നിങ്ങളവിടെ എത്തിയപ്പോഴാണ് നീ എന്നെ വന്നിട്ട് നേരെ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഓരോരുത്തർ പിന്നാലെ നടക്കുകയാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പിന്നാലെ നടക്കുന്നുണ്ട്, കിട്ടിയ ചാൻസ് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരുത്തിനായിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു. അതായത് എന്താ സംഭവം, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ. കറക്റ്റ്.
അതിൻ്റെ അകത്തൊരു വണ്ടി ഓടിച്ച് വരുന്ന ഒരു ട്രിപ്പർ ഓടിക്കുന്ന ഒരാള്, ആ ട്രിപ്പറിന്റെ ഹെൽപ്പറായിട്ട് വേറൊരാള്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ ആ ഹെൽപ്പറിന്റെ റോൾ ചെയ്തോളാം, കാരണം അവൻ ട്രിപ്പറിന്റെ ആ വണ്ടി ഓടിക്കുന്ന ആളാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ആ റോള് അവൻ ചെയ്തോട്ടെ, ഞാൻ അവന്റെ ഹെൽപ്പറിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ കാറ്റൊന്നുമില്ല, ഓരോരുത്തർ നല്ല റോളിലോട്ട്. കാരണം നിങ്ങൾക്ക് കാണിക്കുന്ന അതിന്റെ അകത്ത് ടയർ മാറ്റുന്നതും, പഞ്ചറായിട്ടുള്ളൊരു വണ്ടി കിടക്കുന്ന ലേഡീസിന്റെ വണ്ടി, അതിന്റെ ടയറൊക്കെ മാറ്റുന്നത് ആദ്യം ഒരു വില്ലൻ പോലെ തോന്നിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവരെ കൂളാക്കുന്ന ഒരു സംഭവങ്ങൾ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ പിന്നാലെ എപ്പോഴും അവസരങ്ങൾ വേണം. അപ്പൊ ഞാൻ തന്നെ അവനെ മോഡലാക്കിയതൊക്കെ, എൻ്റെ ഇതിലൂടെ മോഡലൊക്കെ ആക്കിയത്. പക്ഷെ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ കൊടുത്താൽ അത് നല്ല കാര്യമല്ലേ. പക്ഷെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ അവസരം കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അതിൻ്റെ മെയിൻ പാഠം എന്ന് പറയുന്നത് 2010-9-10 ഞാൻ എറണാകുളത്ത് വരുന്നതും അവിടെ സെറ്റിൽ ആവണതൊക്കെ. ഞാൻ അതുവരെ ഗൾഫിലായിരുന്നു, കമ്പനിയുടെ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു, നല്ല പൊസിഷനായിരുന്നു, ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളം വന്ന് സ്റ്റുഡിയോ തുടങ്ങി. വിഷ്വൽ റേ എന്ന് പറയുന്ന ഫിലിം എഡിറ്റിങ്, ഡബ്ബിങ് എല്ലാം കൂടിയിട്ടുള്ള, അത് കൂത്താപ്പാടിയിൽ തമ്മനം കൂത്താപ്പാടി ഭാഗത്ത് പള്ളിപ്പടിയുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സമയത്ത് FCP ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന സംഭവം ആരും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സമയമാണ്. 2009-8 ആ ഒരു സമയത്ത് ആപ്പിളിൻ്റെ മെഷീൻ എടുത്ത് റിയാൻ സ്റ്റുഡിയോയിലത്തും എഡിറ്റേഴ്സൊക്കെ വന്നിട്ടായിരുന്നു കണ്ടിരുന്നത്. എൻ്റെ സ്റ്റുഡിയോ കണ്ടത് എല്ലാ ആൾക്കാരും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCP എന്ന് പറയുന്നത് ആൾക്കാർ കേട്ടിട്ടേ ഉള്ളൂ, പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അത്രയും ആധുനികമായിട്ട് ഞാൻ ആ സെറ്റപ്പ് ചെയ്തു, ഒത്തിരി പേരെ നിർത്തി. അപ്പോൾ അന്ന് ഞാൻ ഈ ഗൾഫിൽ വർക്ക് ചെയ്തൊരു സ്റ്റൈലിലാണല്ലോ ഇവിടെ വർക്ക് ചെയ്യണത്. കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പം ഇന്ന് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്ക് ലൊക്കേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്ക് പോയി വിളിച്ചാൽ അവർ നീക്കുള്ളൂ, അല്ലാതെ 6 മണിക്ക് നീറ്റിട്ട് പോകുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കാൻ തന്നാൽ ഒരു ഉത്തരവാദിത്തോടെ പിന്നെ എനിക്ക് മനസ്സിലായി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ നല്ലൊരു ഹാർഡ് വർക്കിലൂടെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ നല്ല, അന്ന് താരോത്സവം നടക്കുന്ന സമയം, കൈരളിയിലേക്ക് കംപ്ലീറ്റ് വർക്ക് നമ്മളായിരുന്നു ഒക്കെ ചെയ്തത്. ഒരുപാട് വർക്കുകൾ അങ്ങനെ ഒത്തിരി കണക്ഷൻസ് കിട്ടി. പക്ഷേ അതിലൊരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തിനാണോ എറണാകുളം വന്നത്, ഒരു ബിസിനസ് മാൻ ആവാനല്ല ഞാൻ വന്നത്, എൻ്റെ കരിയർ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. സൗണ്ട് എഞ്ചിനീയർ ചിലപ്പോൾ വന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയറിയിട്ട് ചെയ്യണം. എഡിറ്റിംഗ് പിന്നെ എനിക്കറിയില്ല, സൗണ്ട് എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ച ആ സമയത്ത് ഇരുന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഫ്രീലാൻസാണ്. വന്നില്ലെങ്കിൽ നമ്മൾ കാണുന്ന രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ നാളെ ടെലികാസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ രാത്രി 2 മണിക്കും 1 മണിക്കൊക്കെ ഡബ് ചെയ്തിട്ട് പോകേണ്ട സീരിയലുകളും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു കഴിവിനെ വളർത്താനുള്ള ഒട്ടും ടൈമില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലായിരുന്നു. അതൊക്കെ മാറി ഞാൻ സിനിമയിലേക്ക് പൂർണ്ണമായിട്ടും മാറി, സ്വന്തമായിട്ട് വേറൊരു അഡ്വർടൈസിങ് കമ്പനി ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നു. ആ സമയത്ത്, ആ സ്റ്റുഡിയോ ഉള്ള സമയത്ത് ഞങ്ങളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. തിലകൻ ചേട്ടൻ്റെ ലാസ്റ്റ് മൂവി ആയിരുന്നു അത്, യാത്രക്കൊടുവിൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ നല്ലൊരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അഭിനയമല്ലായിരുന്നു, അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അഭിനയം പഠിപ്പിക്കാനും അഭിനയിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അതിലേക്ക് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും അങ്ങനെയുള്ള രീതിയിലേക്ക് ഞാൻ മാറി. ആക്ടിങ് പഠിപ്പിക്കുക എന്നുള്ളത്, ഗ്രൂം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അഭിനയം പഠിപ്പിക്കുക എന്ന് പറയുന്ന സംഭവങ്ങൾ മെയിനായിട്ട് ഒരാളെ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ശരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂമിങ്ങിലൂടെ അയാളുടെ കഴിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. എല്ലാവരും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ അവരിൽ ഏതാണ് നല്ലത് എന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കും. അതായത് ഇപ്പോൾ ആക്ടിങ് ആണോ അതോ മോഡലിംഗ് ആണോ. ഇപ്പോൾ ഇതൊന്നുമല്ല, ചിലപ്പോൾ ഭയങ്കരമായിട്ട് വാക്സാമർത്ഥ്യമുള്ള ആളായിരിക്കും, നന്നായി രീതിയിൽ ആങ്കർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അപ്പോൾ ആങ്കർ ചെയ്യാം. അപ്പോൾ ഏതിലും ഒന്നും ഉറപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവിടെ പല ആൾക്കാർക്കും അറിയാത്ത കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മോഡലിംഗ് എന്നുള്ളത് അറിയില്ല, എന്താണ് ആക്ടിങ് എന്നുള്ളത് അറിയില്ല. എല്ലാവരും പിന്നാലെ ഓടുന്നു. പക്ഷേ ഇന്നത്തെ യൂത്തിനൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയമുണ്ട്. വളരെ കഴിവുള്ള, ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡീഷൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ഞാനായിരുന്നു ചെയ്തിരുന്നത്. പിള്ളേരൊക്കെ അഭിനയിക്കുന്നതാണ് ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് അവർക്ക് ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണല്ലോ. കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട്, കഴിവില്ലാത്തവർ ഇന്ന് മലയാള സിനിമയിൽ തലപ്പത്ത് വരെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ പിള്ളേരുണ്ട്. ആൾക്കാർ പേരൊന്നും പറയുന്നില്ല, ഞാൻ ഒത്തിരി പേരുണ്ട്. ഇവരിൽ നിന്നൊക്കെ എനിക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈപ്പേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മളവരെ പിന്നാലെ പോകില്ല. എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ നിങ്ങളും ഞാനും നല്ല അടുപ്പാണ്, നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റി ആയി വിചാരിക്കുക, പിന്നെ ഞാൻ നിങ്ങളെ കണ്ടാൽ കണ്ടു, വിളിച്ചാൽ വിളിച്ചു,
അങ്ങനെ ഒരു മൈൻഡാണ്. എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഒരു ആർട്ടിസ്റ്റിനായിട്ടുള്ള ഫോട്ടോ ഒന്നും കാണില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരെന്നേറ്റ് നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ്. അതിന് മാത്രം ഞാൻ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം. അതിനുള്ള ഓട്ടമുണ്ട്. കാരണം എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു മലയാള പടം എടുത്തിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. എൻ്റെ ബിഗ് 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 ഡ്രീം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഡയറക്ടർ ആവാന്നുള്ളതാണ്. വെരി ഗുഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളാണ്. ഞാൻ എത്തുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എത്തും. തീർച്ചയായിട്ടും സ്വപ്നത്തിൽ കാണാത്ത ഒരു സംഭവങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ഫാഷൻ ഷോ കാണുന്നത്. ദുബായിൽ വെച്ചിട്ടാണ്. 2000 ഞാൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു എക്സിബിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സെയിൽസിനായിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഫാഷൻ ഷോ കാണുന്നത്. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വല്ലാണ്ട് ടി വിയോ കാര്യങ്ങളോ ഏഷ്യാനെറ്റൊക്കെ വന്നിട്ടൊക്കെ എന്നുള്ള സമയമുള്ള FTV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണ് പൊട്ടി തെറിക്കുന്ന കാലമാണ് അന്ന്. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫാഷൻ ഷോ കണ്ടപ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കുളിര്. എന്നായിരിക്കും എനിക്ക് ഇങ്ങനൊരു ഷോ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തും. പിന്നെ അന്ന് മുഴുവനും അതിൽ കണ്ട പെണ്ണുങ്ങളെ കുറിച്ചിട്ടല്ലായിരുന്നു എൻ്റെ മനസ്സിലായി. എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ കാല് കുത്തും. അങ്ങനെ നിന്ന് അവിടുന്ന് ഒരു 2 വർഷമാകുമ്പോഴേക്കും അപ്പം ഞാൻ ദുബായിൽ പ്രോഗ്രാമുകളൊക്കെ അസോസിയേഷൻ്റെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യായിരുന്നു. ആങ്കറിങ് ആയിട്ടും അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ. അപ്പോൾ ഒരു ഓണ സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അസോസിയേഷൻ ചോദിച്ചപ്പോൾ നമുക്ക് വെറൈറ്റി ഇട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് നമ്മളെ ഇവിടുത്തെ മലയാളി ആൾക്കാരെ വെച്ചിട്ടൊരു ഫാഷൻ ഷോ പോലെ ചെയ്തു. അപ്പോൾ ഫാഷൻ ഷോ അതൊക്കെ ഭയങ്കര സംഭവമല്ലേ. ഇല്ല, നമുക്ക് സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് അപ്പോൾ ആര് പഠിപ്പിക്കും, ആരെങ്കിലും വിളിക്കാം. പിന്നെ ഞാൻ ധൈര്യത്തിൽ പറഞ്ഞു ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആകെ കണ്ടൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അന്നങ്ങനെ യൂട്യൂബോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അവിടെ ഷാർജയിൽ തന്നെ ഒരു കാസറ്റ് കടയിൽ പോയിട്ട് ഈ ഫാഷൻ ഷോനെ ബേസ് ചെയ്തിട്ടുള്ള വല്ല സിനിമയുണ്ടോ, ഇംഗ്ലീഷ് സിനിമയുണ്ടോ അങ്ങനെ നമുക്ക് ചോദിച്ചിട്ട് അതിൻ്റെ അങ്ങനെ അയാൾ എനിക്ക് കുറേ റെഫറൻസ് തന്നു. ഞാൻ അതൊക്കെ ഇട്ട് കണ്ടു. പിന്നെ എനിക്ക് ധൈര്യമായി. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു സംഭവമുണ്ട്, നെവർ സേ നോ. കറക്റ്റ്. നമ്മൾ ഒരിക്കൽ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തതൊരു കാര്യം എന്നോട് പറഞ്ഞിട്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തതും പറഞ്ഞു ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നതായെങ്കിൽ നിങ്ങൾ എന്നോട് പറയില്ല അവനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യം ചെയ്യില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഐ വിൽ ട്രൈ ഇറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറയുള്ളൂ. പക്ഷെ അതിൽ കുറേ വിഷമങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് അതുകൊണ്ട് 2001 2002 അവിടെ ഒരു അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു 10 പെണ്ണുങ്ങളിങ്ങനെ നിരത്തി. ഞാനിങ്ങനെ കാറ്റ് വാക്ക് എന്നുള്ള അറിയാമല്ലോ, നമുക്കറിയാമല്ലോ കാറ്റ് വാക്ക് എന്നുള്ളത്. പക്ഷെ അതറിയില്ല. പക്ഷേ ഇങ്ങനെ നടന്നാൽ മതി, ഇങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതൊരു സാമ്പിൾ പോലെ. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് അങ്ങനെ വന്നു, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വന്നു. പിന്നെ അതിങ്ങനെ മാറി കഴിഞ്ഞു. ഞാൻ എറണാകുളം വന്ന് ഇപ്പോൾ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ലാറ്റിയാറ എന്ന് പറഞ്ഞൊരു കമ്പനി, ബാംഗ്ലൂർ കമ്പനി വന്നിട്ട് ഒരു ഇവൻറ്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഫാഷൻ ഷോ വേണം എന്ന് പറഞ്ഞു. അതെടുത്തിട്ടുള്ളത് വേറെ ടീമായിരുന്നു. അപ്പോൾ ആ ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യണം, അപ്പോൾ ഫാഷൻ ഷോ ചെയ്യാൻ പറ്റും, എനിക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നതല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് അന്ന് ആക്ടിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പ്, 1 ഡേ ക്ലാസ് അല്ലെങ്കിൽ 3 ഡേയ്സ് ക്ലാസ്സൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫാഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്താ ഞാൻ നേരെ ബാംഗ്ലൂരിൽ നിന്ന് മോഡൽസിനെ കൊടുന്ന് പഠിപ്പിച്ചു, കയറ്റി. പിന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ടുള്ള ഈ പല കമ്പനികൾക്കും വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷോകൾ ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് സിറ്റി കളക്ഷന് വേണ്ടിയിട്ട്, സിറ്റി കളക്ഷൻ എന്ന് പറഞ്ഞ സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രാമുകൾ സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങി. ഫാഷൻ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ 2017 ആ സമയത്ത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓൺലി മിസ് ഇന്ത്യ, മിസ് കേരള, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഷോ ഇല്ല ഇവിടെ കേരളത്തിലില്ല. അതായത് സാധാരണക്കാരനക്ക് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും ഞാൻ മോഡലിംഗ് ക്ലാസ് എടുക്കലും എല്ലാം തുടങ്ങിയിരിക്കുന്നു. ആ സമയമാണ് ഞാൻ ഇതേപോലെ പഠിപ്പിച്ചിരുന്ന കുട്ടി ഒരു ഷോന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൻ്റെ എടുത്തിട്ട് ഒരു ഷോന് വേണ്ടിയിട്ട് പോയപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് വെച്ചു കുട്ടികളോട്. ഇവിടെ തലമൂത്ത കൊറിയോഗ്രാഫേഴ്സാണ് അന്നത്തെ പേരെടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു അല്ല എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പിന്നെ എന്തിനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്തു.
ഇതങ്ങനെയൊന്നും പറ്റുന്നൊരു സംഭവം ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അപ്പോൾ തിരിച്ച് വന്നിട്ട് അപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷയോടെയാണ് ആ കുട്ടിയോട് ചെല്ലാൻ പറഞ്ഞില്ല. എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ അത് ഭയങ്കരമായിട്ട് വന്നു, എനിക്ക് വേറൊരു അവസരം വന്നാൽ പറഞ്ഞാൽ മതി, എനിക്ക് ഷൂട്ട് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനവിടെ പോയപ്പോൾ പുറത്തൊരുത്തൻ നിന്നിരുന്നു, എന്നോട് നമ്പർ ചോദിച്ചു, പിന്നെ ഞാൻ ചാൻസ് മേടിച്ചു തരാം, ഇതിന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മോഡലിങ്ങിന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമയിലെത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് കലാഭവനിൽ തിങ്കളാഴ്ച കയറി കഴിഞ്ഞാൽ പണ്ട് ഞാൻ ആരുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്, സൈനുദ്ദീൻ മറ്റേ സൈനുക്കാടേതാണോ അതോ വേറെ ആരോ, അതായത് ഒരു സമയത്ത് കലാഭവനിൽ തിങ്കളാഴ്ച കയറിയ ബുധനാഴ്ച സിനിമയിൽ കയറാം അല്ല, എല്ലാവരും അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന പോലെ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, കലാഭവനിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടന്നേനെ, ഏത് തണ്ടിയാണ് പറഞ്ഞതെന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പേര് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാം, പക്ഷെ അതെനിക്ക് അന്ന് രാത്രി എന്നെ ഉറക്കം കെടുത്തുന്നൊരു സംഭവമായിട്ട് മാറി. ഞാൻ പറഞ്ഞല്ലോ 92 ദൂരദർശൻ്റെ ഇതിൽ അഭിനയിച്ചിട്ട് വന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അന്ന് ഒരുപാട് ബിഹൈൻഡ് ദി സ്ക്രീൻ അറിയില്ല. നമ്മൾ വരുന്നു, നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അഭിനയിച്ചിട്ട് പോകുന്നു. അതിന് ശേഷം പല സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, തിരിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അവിടെ മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചോറിനെ നമ്മൾ കഞ്ഞിയിൽ മണ്ണിടുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അന്ന് രാത്രി ഞാനിങ്ങനെ, എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, അന്ന് എനിക്ക് 2 കുട്ടികളേ ഉള്ളൂ, 2 പെൺകുട്ടികളേ ഉള്ളൂ എനിക്ക്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ വലുതായിട്ട് ഇങ്ങനെ ചാൻസൊക്കെ ചോദിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ മോശമായിട്ട് ബിഹേവ് ചെയ്തത് ഭയങ്കര ഒരു ഫീലല്ലേ എന്ന് വെച്ചു. എന്താ പറയാന്ന് വെച്ചാൽ, അതിന് ഈ ഫീൽഡ് അങ്ങനെ ഒന്നുമല്ലല്ലോ, നല്ലതല്ല, നിങ്ങൾ കുറേ കാലമായിട്ട് നിൽക്കുന്നതല്ലേ, നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അല്ല, ഒന്നുമില്ല, വൈഫിനോടൊന്നും അവർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ, അപ്പോൾ ഇതേപോലെ സിറ്റി കളക്ഷനിൽ നിന്ന് എന്നെ വിളിക്കാം കേട്ടോ, എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് അവിടെ ഒരു ഇൻ്റർനാഷണൽ ബ്യൂട്ടി ഫെയർ നടക്കുകയാണ്, ഇൻ്റർനാഷണൽ ബ്യൂട്ടി ട്രേഡ് ഫെയർ നടക്കുക. അപ്പോൾ 3 ദിവസത്തെ ബ്രോഡ്വേയിൽ മൊത്തം നമ്മളുടെ കായലിൻ്റെ അടുത്തുള്ള സ്ഥലം വാക്ക്വേ ആ ഏരിയ മൊത്തം ഇതൊക്കെ ഇട്ടിട്ട് 3 ദിവസത്തെ വലിയ പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പോൾ അവരെല്ലാ പ്രോഗ്രാമുകളും ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോ ഡയറക്ടറായിട്ട് നിൽക്കണം, മൊത്തം പ്രോഗ്രാം ഡയറക്ടറായിട്ട് നിൽക്കണം, ആങ്കറായിട്ട് നിൽക്കണം. ഈ ആങ്കറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ ആങ്കർ ചെയ്യണം. അതുകൂടാണ്ട് ഏഷ്യാനെറ്റ് മറ്റേ ഇതിൽ ലൈവ് പോകുന്ന സംഭവമാണ്, ACVയുടെ ഒരു ചാനലിൽ, കൊച്ചി ചാനലിൽ ലൈവും പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ ആങ്കർ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് താഴെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അതുപോലൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് അടുത്ത ഡ്രസ്സിട്ട് മൊത്തം ഈ ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് മൊത്തം എൻ്റെ തലയില്ല. അപ്പോൾ എന്നോട് പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിപ്രാവശ്യം കാര്യമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നുമില്ല, അപ്പോൾ നീ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. എനിക്ക് എന്ത് പ്രോഗ്രാമാണ്? അപ്പോൾ എന്നോട് പുള്ളിക്കാരൻ വെറുതെ ഇങ്ങനെ അല്ലേട്ടൻ എന്നോട് പറഞ്ഞു, നിനക്കൊരു ഷോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. സിറ്റി കളക്ഷൻ്റെ അവരാണ്, അവരുടേതാണ് വലിയ പ്രോഗ്രാം, അവരുടെ അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ്. ബ്യൂട്ടി ഇൻ്റർനാഷണൽ ബ്യൂട്ടി ട്രേഡ് ഫെയർ. നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഈ കൊച്ചി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ. അങ്ങനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടില്ല. അത്യാവശ്യം ഫണ്ട് കയ്യിൽ വേണ്ട ഒരു സംഭവം കേട്ടോ അത്. ഞാൻ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനെ ആദ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകും, അപ്പോൾ നിനക്ക് മേക്കപ്പ് സെക്ഷനൊക്കെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചു. അവൻ പറഞ്ഞു ഓക്കെ. പിന്നെ സുൽഫി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, സുൽഫിയ, അവൾ മോഡലാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു സംഭവം ചെയ്യേണ്ടത് നിനക്ക് കൊരിയോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു. അവൾ അത്യാവശ്യം ഫാഷൻ ഷോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം തന്നെ കുറച്ച് ഹൈപ്പിലുള്ള. അതിനെന്തൊക്കെ ഞാൻ കൂടെ ഉണ്ട്, കട്ടൊക്കെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയി, കൊരിയോ കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തു, ഒരൊറ്റ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ. ഓഡീഷന് ഗോൾഡ് സൂക്ക് ഫുൾ ആളായിരുന്നു. കാരണം പിള്ളേരൊക്കെ നോക്കി നടക്കിയിരുന്നതാണ്. കൊണ്ട് 2016-17 കൊണ്ടാണ് ഐ തിങ്ക് ഞങ്ങൾ അന്നാണ് ഞങ്ങളവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഗോൾഡ് സൂക്കിനുള്ളിൽ വെച്ചിട്ട് അന്ന്. കാരണം ഒരുപാട് പിള്ളേർ ഗോൾഡ് സൂക്കിൻ്റെ, എനിക്ക് തോന്നുന്നു ഗോൾഡ് സൂക്കിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു അതെ സ്റ്റുഡിയോ അല്ല, അത് വേറെ അത് ലിപ്സ്റ്റിൻ്റെ ഓപ്പോസിറ്റിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നടത്തിയത് എൻ്റെ മിസ്സിസ് മലയാളിയുടെ ഫൈനൽ ഓഡീഷനായിരുന്നു. ശരിക്കൊരു ഷോ പോലെ നടത്തി, LED വാളൊക്കെ വെച്ചിട്ടുള്ള. ഇത് താഴെ ഞാൻ വന്ന് നോക്കി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. അത്രക്കധികം ആൾക്കാർ ഒരു സിനിമയുടെ ഓഡീഷൻ ഏറ്റവും ചുരുങ്ങിയ ഒരു 10,000-3000 പിള്ളേർ വന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഈ വന്ന് അതിലേറ്റവും രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ല പിള്ളേരാണ്. വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, കയറുന്നു, സംസാരിക്കുന്നു, വാക്ക് ചെയ്ത് കാണിക്കുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജസായിട്ട് ഞാൻ കുറച്ച് പേരെ ഇരുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു സിനിമ കൺട്രോളർ വന്നു അവിടെ, എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. പുള്ളി എന്നെ വിളിച്ചിട്ട് തന്നെ, നീ എന്ത് പണിയൊക്കെ കാട്ടുന്നത്? ഈ ഹോസ്റ്റിങ്ങിനൊക്കെ പോണ പിള്ളേരെ വെച്ചിട്ടാണ് നീ ഫാഷൻ ഷോ ചെയ്യണത്. ഫാഷൻ ഷോ എനിക്ക് ഒരു അന്തസ്സില്ലേ? അതിനൊക്കെ നല്ല മോഡൽസിന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടുത്തെ മോഡൽസിന് ബാക്കിയതാ റാമ്പോ ഒക്കെ ആവില്ലേ? അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ഒരൊറ്റ കാര്യം പറഞ്ഞല്ലോ, അവരൊന്നും നാട് വിട്ട് ഇവിടെ വന്നത് ഹോസ്റ്റിംഗ് ജോലിക്ക് വന്നതല്ല. അതായത് കല്യാണ വീട്ടിൽ സ്വീകരിക്കാൻ നിൽക്കാനോ അല്ലെങ്കിൽ ആ കൈകൂപ്പി നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികളല്ല. അവരൊക്കെ മോഡലിംഗ് രംഗത്തോ ഇല്ലെങ്കിൽ ആക്ടിങ് രംഗത്തോ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് നാട് വിട്ട് വന്ന് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പട്ടിണി കിടക്കുമ്പോൾ അതിന് പോകണ്ടേ, റെൻറ്റ് കൊടുക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? അല്ലാതെ അവർ വേറെ മോശത്തരത്തിനൊന്നും പോകണില്ലല്ലോ. വളരെ അന്തസ്സായിട്ട് ഹോസ്റ്റിങ്ങിന് പോയിട്ട് പണിയെടുത്തിട്ട് അവർ ജീവിക്കുന്നില്ലേ. ഇവരെ തന്നെ നമ്മൾ കൈപ്പിടിച്ചു കൊണ്ടുവരണം. അതായത് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അവസരം നൽകുക, അതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. അന്നത്തെ അതിൽ എനിക്ക് തോന്നുന്നു അതിന് പിറ്റേ ദിവസം ഷോ കഴിഞ്ഞു, പിറ്റേ ദിവസം 1 രൂപ അതാരും വിശ്വസിക്കില്ല, ഒരു മോഡൽസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. അതായത് രജിസ്ട്രേഷൻ ഫീസോ ഗ്രൂമിങ് ചാർജോ ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്കും ഗ്രൂമിങ് സമയത്ത് എൻ്റെ വൈഫ് വീട്ടിൽ നല്ല നെയ്ച്ചോറും ബീഫ് കറിയും വെച്ചിട്ട് ഗോൾഡ് സൂക്കിലേക്ക് കൊടുക്കും ഗ്രൂമിങ് സമയത്ത്. കാരണം അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാനും വൈഫായിട്ട് വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. കാരണം ഇൻവെസ്റ്റർ ഇല്ല, സത്യം ഞാൻ തന്നെയാണ്. പിന്നെ ഒരാളേക്കൊന്നും കാശ് മേടിച്ചിട്ടില്ല, ഡിസൈനേഴ്സിനെ ഒപ്പിച്ചു, എല്ലാവരും ഒപ്പിച്ചു. വളരെ ഭംഗിയായിട്ട് പ്രോഗ്രാം നടന്നു. പിറ്റേ ദിവസം പത്രത്തിലും മാഗസിനിലും ഒക്കെ വന്നു, വളരെ ഭംഗിയായി നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് എന്നോട് ഈ ചോദിച്ച ആളില്ലേ, ഏത് ഹോസ്റ്റിങ്ങിൻ്റെ പിള്ളേരെ വെച്ചിട്ടാണ്, അടുത്ത ഒരു ഷോ കോഴിക്കോട് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പിള്ളേരൊന്ന് വിടും. ഞാൻ നമ്പർ കൊടുത്തു. അന്ന് 3000-4000 രൂപയൊക്കെ അവർക്ക് കൊടുത്തിട്ടാണ് അവർ കൊണ്ടുപോയത്. ഇന്നിപ്പോൾ ചീമാട്ടി പോലത്തെ കമ്പനിയുടെ വലിയ വലിയ മോഡലുകളായിട്ട് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷം നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ കണ്ട ഒരു വരുന്ന കുറേ മോഡൽസ് ഉണ്ട്. മനസ്സിലായി. നമുക്ക് വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സാർ എന്താ ഇവിടെ, അല്ലെങ്കിൽ എന്താ മാഡത്തിൻ്റെ വിശേഷങ്ങൾ എന്താ? അതായത് ഒരു ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും എന്നെ ആര് കണ്ടു കഴിഞ്ഞാലും. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമായിട്ടാണ്. അതിൻ്റെ കുറേ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട്. 92-ലാണ് ദൂരദർശന് വേണ്ടിയിട്ടാണ് ഒരു സീരിയലിൽ അല്ലേ ആക്ട് ചെയ്യുന്നത്. 92-ന് ശേഷം പിന്നീട് എന്തെങ്കിലും അവസരങ്ങൾ തേടി എത്തിയിരുന്നോ? അവസരങ്ങൾ തേടി എത്തുമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ നാട് പക്ക, അതായത് പുന്നയൂർക്കുളം എന്ന് പറയും, ഗുരുവായൂർ പുന്നയൂർക്കുളം, കമലാ സുരയ്യയുടെ മാധവിക്കുട്ടിയുടെ നാട് തൊട്ടാണ്. ഞാൻ അവരുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. 90 സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൻ്റെ വന്നേരി സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത്, വന്നേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂൾ ലെവലിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പോയി, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ അന്ന് ഞാനാണ് ബെസ്റ്റ് ആക്ടർ. അതായത് സബ് ജില്ല ബെസ്റ്റ് ആക്ടർ, ജില്ലാ ബെസ്റ്റ് ആക്ടർ, സ്റ്റേറ്റ് 33ാം സ്കൂൾ കലോത്സവം 33 മാർക്കില്ല അത്. അപ്പോൾ അന്ന് സർഗം റിലീസായ സമയം, സർഗം സിനിമ റിലീസായ സമയം. അപ്പോൾ ഇത് നാട്ടുകാർക്കും ഒക്കെ, കാരണം സ്റ്റേറ്റിൽ വരെ ബെസ്റ്റ് ആക്ടർ മേടിച്ചിരിക്കുന്നു. ഞാൻ ഒറിജിനലായിട്ട് മുട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ കുടുംബം വെച്ചിട്ടൊക്കെയാണ് അഭിനയിച്ചത്. അതായത് പള്ളിയിൽ നിന്നൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പള്ളി കമ്മിറ്റിക്കാർ ഹറാമാണെന്നൊക്കെ പറഞ്ഞു. വാപ്പാടെ അടുത്ത് വന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞു, അവൻ പയ്യനല്ലേ, ഉപ്പ നോൺ ടീച്ചിങ് സ്റ്റാഫായിരുന്നു വേറെ സ്കൂളിൽ. അപ്പോൾ പറഞ്ഞു അവൻ്റെ കഴിവിനെ പള്ളിക്കാർ എന്തെങ്കിലും കണ്ടെത്തിയില്ല, സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയല്ലേ മക്കളെ കഴിവ് കണ്ടെത്തില്ല, അവൻ്റെ ഇഷ്ടത്തിന് നിൽക്കട്ടെ, അന്ന് വേറെ ഹറാം വെറുപ്പൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഉപ്പ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അപ്പോൾ നാട്ടുകാർക്കൊക്കെ അത് കാണണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലൊരു സ്പെഷ്യൽ ആനിവേഴ്സറി പോലെ ഒരു സംഭവം വെച്ചു, ഈ ഡ്രാമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ സ്കൂൾ ആനിവേഴ്സറിയിൽ മെയിൻ ഞാനാണ് താരം. കാരണം 3 സ്ഥലത്തുനിന്ന് ബെസ്റ്റ് ആക്ടറൊക്കെ മേടിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ 2 നാടകമുണ്ട്. 2 നാടകം, ഒന്ന് മെയിനായിട്ട് ഈ ഒരു നാടകം, രണ്ടാമത്തെ നാടകം എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചിട്ട് ഫസ്റ്റ് മേടിച്ചൊരു നാടകമുണ്ട്, നാട്ടുപുറാട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ള നാടകം. അപ്പോൾ അതിലൊരു കുറച്ചിടെ വേഷം ഞാൻ, അതിൽ നിന്നാണ് എന്നെ സ്കൂൾ ടീമിലേക്ക് സെലക്ട് ചെയ്യണത്. മനസ്സിലായി. അപ്പോൾ ആ നാടകം
ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അത് നല്ല നാടകമാണ്, അതും കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 നാടകം ഞാൻ കളിക്കാം. അപ്പോൾ അന്ന് സർഗം റിലീസായ സമയമാണ്. അപ്പോൾ എനിക്ക് സമ്മാനം തരാൻ വേണ്ടിയിട്ട് ഗസ്റ്റായിട്ട് വന്നത് ഊർമിള ഉണ്ണിയാണ്. സർഗത്തിലൂടെ വന്നല്ലേ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എൻ്റെ ഒരു മലയാള മാഷുണ്ട്, പുള്ളിക്കാരനാണ് എനിക്ക് പല ചാൻസുകളും ഒക്കെ അതുണ്ട്. പിന്നെ അങ്ങനെ നാട്ടിലത്തെ ഒരാൾ ഇതിലാണ് ദൂരദർശൻ്റെ ഒരു ഇത് കിട്ടി. അത് കഴിഞ്ഞ് അന്ന് പാട്ട് പാടായിരുന്നു, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ഇങ്ങനെ പോയിരുന്നു. 8ഉം 9ഉം വളരെ ഭംഗിയായിട്ടൊക്കെ പഠിച്ചു. 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും പഠിപ്പിൽ ഇത്തിരി ഉറപ്പായി. മനസ്സിലായി. പാസ്സാണ്, നല്ല മാർക്കോട് കൂടിയിട്ടൊക്കെ പാസ്സായതൊക്കെ. പിന്നെന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചാവക്കാടുള്ളൊരു നടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം അന്ന് ആൽബങ്ങളൊന്നും ഇല്ലാത്ത കാലമല്ല. ആൽബം എന്ന് പറഞ്ഞാൽ മറിച്ച് നോക്കുന്ന ഒരു ആൽബം മാത്രമേ ഉള്ളൂ. മനസ്സിലായി. പുള്ളിക്കാരന് പുള്ളിയുടെ മകളെയും എന്നെയും വെച്ചിട്ട് ഒരു സോങ് ഷൂട്ട് ചെയ്തു. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ പുതുമുഖ നടന്മാർ ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇവിടെ എറണാകുളമായിട്ട് അത്യാവശ്യം ഡയറക്ടേഴ്സിനൊക്കെ ആയിട്ടും കുറേ വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനൊരു ആൽബം എടുത്തു, ഫോട്ടോ ഒക്കെ ഞങ്ങൾ എന്നെയും പുള്ളിക്കാരത്തിൻ്റെ മകളൊക്കെ വെച്ചിട്ട് നല്ലൊരു സോങ്ങൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഷൈൻ ചെയ്യണമല്ലോ, കോളേജിലൊക്കെ പോകുമ്പോൾ ഷൈൻ ചെയ്യണ്ടേ. ഞാനും ആ കൊച്ചും കൂടിയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒക്കെ കഴുകി സെറ്റ് ചെയ്ത് ഞാൻ ആൽബം ആക്കിയിട്ട് എൻ്റെ ബെഡ്റൂമിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ വന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ മറിച്ച് നോക്കേണ്ട ലെവൽ. അപ്പോൾ പെൺകുട്ടീൻ്റെ തോളിലൊക്കെ കയറ്റിയിട്ട് ഫോട്ടോ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ സാധനം ഒരു ദിവസം എൻ്റെ ഉമ്മ കണ്ടു. പെട്ടെന്ന് വന്നിട്ട് ഇത് റൂമിൽ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഉമ്മ കണ്ടു. മോൻ്റെ കല്യാണം കഴിഞ്ഞത്. ഉമ്മ അത് എന്താണ് ഹറാമോ, പെൺകുട്ടിയുടെ തോളിൽ കയറ്റി വെക്കണത് വേറെ തോളിൽ കയറ്റിക്കണം. അവസാനം എന്നെ കൊണ്ട് സത്യടിപ്പിച്ചു, അഭിനയിക്കരുത് പറഞ്ഞിട്ട്. ഞാൻ ഉമ്മ കരഞ്ഞപ്പോൾ ഞാൻ അതിനേക്കാൾ വലിയ കരച്ചിൽ, കാരണം ഉമ്മയുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉമ്മ, ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ദിലീപിൻ്റെ ഒരു പടത്തിൽ ഗുരുവായൂർ വെച്ചിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട്. കാവേരി ബിജു മേനോൻ ഒക്കെ കൂടിയിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ കാവേരിയുടെ ഒരു ആങ്ങളായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ആൽബം എടുത്തെന്ന് പറഞ്ഞില്ല, നേരത്തെ ഒരു ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല, അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, അടുത്ത വീട്ടിൽ വിളിച്ചിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എന്തെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് വായോന്ന്, ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഗുരുവായൂർ പോയി, തമ്പ്രാമ്പടിയിലാണ് ഷൂട്ട് നടക്കുന്നത്. അവിടെ പോയപ്പോൾ ഒരാൾ ആരാന്നൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. കണ്ട് ഇവൻ കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയം. അന്നതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഇതായിട്ട് നിൽക്കുന്നതാണല്ലേ. അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, അഭിനയിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അഭിനയിക്കും, അതും ഗ്യാരണ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് തിരിച്ച് ബസ് കയറിയപ്പോഴാണ് ഞാൻ ഉമ്മാക്ക് സത്യം ചെയ്തത് ആലോചിച്ച്. ഞാൻ പോയില്ല, അല്ലെങ്കിൽ നല്ല വേഷമായിരുന്നു അതിൽ. പിന്നെ ഞാനതങ്ങനെ വന്നപ്പോൾ ജ്യേഷ്ഠൻ സൗദിയിലായിരുന്നു, 2 ജ്യേഷ്ഠന്മാർ ഒക്കെ പിടിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പടത്തിൽ ചാൻസ് കിട്ടിയിട്ട് ഞാൻ പോയില്ല, ഉമ്മാക്ക് സത്യം ചെയ്ത് കൊടുത്തു. ജ്യേഷ്ഠൻ ഉമ്മാനെ കുളിച്ചിട്ട് പറഞ്ഞു അവനക്ക് അവൻ്റെ അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നടത്തുന്നോട്ടെ. അത് വേണ്ട മോനെ. എൻ്റെ ഉമ്മ പറഞ്ഞ അന്നത്തെ ഡയലോഗ് 2 കാര്യം, ഡ്രൈവർ പണിയോ അഭിനയ പണിയോ നമുക്ക് പറ്റിയതല്ല. അപ്പോൾ അന്ന് അവരുടെ ഒരു കൺസെപ്റ്റാണ്, പഴയ ആൾക്കാരല്ലേ. പിന്നെ അത് വിട്ടു സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാനും ഡിഗ്രി കഴിഞ്ഞ് നേരെ എറണാകുളം വന്നു. സാറ്റത്തിലായിരുന്നു ഞാനെടുത്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. എനിക്ക് 2 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. സൗത്തിൽ ഷാലിമാർ ടൂറിസ്റ്റ് ഹോമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ താമസ സൗകര്യം എല്ലാ ഫെസിലിറ്റിയും വരും, ഫുഡും എല്ലാം. ആ സമയത്ത് മിക്ക ദിവസങ്ങളും അബിക്ക വരും ഇവിടെ, കലഭവൻ അബിയിലെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ വന്നിട്ട് നിസ്കരിച്ചിട്ടൊക്കെ പുള്ളി പോകുന്നു. അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ. പക്ഷേ ഒരാളോട് ചാൻസ് ചോദിക്കാനോ ഒരു ഷൂട്ടിംഗ് കാണാനോ ഒന്നിലേക്കും തിരിഞ്ഞില്ല, ഒരു കാര്യത്തിലേക്കില്ല. പഠിപ്പ് കാര്യങ്ങൾ അവിടുത്തെ ജോബ് ആയിട്ട് മാത്രം തന്നു. ശരിക്കും എനിക്ക് വിഡ്ഢിത്തരം തോന്നണമെന്ന് അറിയാം. ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും ഇറങ്ങി പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയേനെ തീർച്ചയായിട്ടും. അപ്പോൾ ഞാനതങ്ങനെ വിട്ടു. എൻ്റെ ക്ലാസ് കഴിഞ്ഞു, പാസ്സായി. പിന്നെ ഞാൻ നേരെ അക്ബർ ട്രാവൽസിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് പിന്നെ നേരെ ഗൾഫിൽ പോയി. കല എന്ന് പറയുന്ന സംഭവമില്ല. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് താമസിക്കുന്ന റൂമിൽ സിദ്ദീഖ് കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, എഴുത്തുകാരനും, ദുബായിൽ. പുള്ളിയുടെ റൂമിലാണ് ഞാൻ ചെന്നിറങ്ങി ആദ്യ ദിവസം താമസിക്കുന്നത്, ഒരു റംസാൻ. ഞാൻ കയറി ചെല്ലുമ്പോണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല മാപ്പിളപ്പാട്ടൊക്കെ കേൾക്കും. ഇതാരാ? സിദ്ദീഖ് കണ്ണൂർ. കുറേ കാസറ്റൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. നോക്കി നോക്കുമ്പോൾ
രചന സിദ്ദീഖ് കണ്ണൂർ എന്ന് എഴുതിയിട്ട് ഒത്തിരി മാപ്പിള പാട്ടുകൾ എഴുതിയിട്ട് ഹിറ്റാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. എന്നാലും എവിടെ അതാണ് ഞാനിപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഫസ്റ്റ് എയിം യുവർ പോയിൻ്റ്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. സെക്കൻഡ് ബിഹേവ് യുവർ സെൽഫ്, അതായത് സെൽഫ് ബിഹേവിങ്. നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുക. എന്തുകൊണ്ട് ഞാൻ എത്തിയില്ല, അല്ലെങ്കിൽ എന്താണ് ഞാൻ എത്താത്തത്, എനിക്ക് എന്താണ് കുറവ്, എനിക്ക് എന്താണ് കൂടുതൽ. അപ്പോൾ നമ്മളത് കുറക്കാൻ നോക്കും അല്ലെങ്കിൽ കൂട്ടാൻ നോക്കും. ദെൻ ബിലീവ് ഇൻ യുവർ സെൽഫ്, സെൽഫ് ബിലീവിങ്. നമ്മളെ ഉറച്ച് വിശ്വസിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യും, എനിക്ക് പറ്റുന്ന കാര്യമായിരിക്കും എന്നുള്ള ആ ഉറച്ച വിശ്വാസം. ദെൻ നെവർ സേ നോ എന്ന് പറയുന്ന സാധനം. ഇത്രയും കാര്യങ്ങൾ ഞാനത് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഏറ്റവും ലൈഫിൽ ഒരു ആഗ്രഹങ്ങൾ എന്തായാലും ഒരുപാടില്ലെന്നുണ്ടെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കില്ലേ, ആ സാധനം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് വെക്കുക. അവിടെ കിടന്നോട്ടെ. നമ്മളെന്തെങ്കിലും സാധനം നിധി എടുത്ത് വെക്കണ പോലെ ആ നിധി എന്ന് പറയുന്ന നമ്മളുടെ സ്വപ്നത്തെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് വെക്കുക. നമ്മളറിയാതെ എത്തിപ്പോകും അങ്ങോട്ട്. നമ്മളത് തേടി അലയേണ്ട ഒരു കാര്യമില്ല. സ്ട്രെയിറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ അറിയാതെ ആ സാധനത്തിലേക്ക് എത്തിപ്പെട്ട്, ഇത് എൻ്റെ അനുഭവമാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2000 അവിടുന്ന് ആഗ്രഹിച്ച സാധനം ഒരു ഫാഷൻ ഷോ കണ്ട് ആ സംഭവത്തിലെത്തി. ഇന്ന് ഞാൻ ഇൻ്റർനാഷണൽ ഫാഷൻ ഷോ ഡയറക്ടർ ആയത് എൻ്റെ പ്രയത്നം തന്നെയാണ്, എൻ്റെ ആഗ്രഹം കൂടിയിട്ടാണ്. ഇപ്പോൾ ദുബായ് സഫാരി ഫാഷൻ വീക്ക് ഞാനാണ് ചെയ്തത്. അറ്റ്ലാന്റിസിൽ ഷോ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ദുബായിൽ ഫാഷൻ ഷോ ഡയറക്ടറായിട്ട് തന്നെ. അപ്പോൾ ഈ ലെവലിൽ പോകാൻ കാരണം എൻ്റെ അതിയായ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ അന്ന് ദുബായിൽ ചെന്നിറങ്ങിയ സമയത്ത് പുള്ളിക്കാരനെ കാണുന്നു. അപ്പോൾ അന്ന് പാട്ട് നന്നായിട്ട് പാടുന്ന സമയം അവിടെ ഇരുന്ന് പുള്ളിക്കാരൻ എന്നെക്കൊണ്ട് പാട്ട് പാടിക്കും, ഞാൻ പാടും. അങ്ങനെ ആയി. എന്നോട് പറഞ്ഞ് എഴുതിക്കുമെന്ന് പറഞ്ഞ്, എഴുതുന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി എന്നോട്, ഞാൻ 2000 എൻ്റെ ആദ്യത്തെ കബൂൽ എന്ന് പറഞ്ഞ കാസറ്റ് ഇറങ്ങുന്നത് ദുബൈയിൽ വെച്ചിട്ട്. അന്ന് അതിൽ പാടിയിരിക്കുന്നത് ഉണ്ണിമേനോനൊക്കെയാണ്. ശരി. ഉണ്ണിമേനോൻ, കലാഭൻ സാബു, ജ്യോതി ഹരിദാസ്, ഞാൻ എഴുതിയ പാട്ടുകളാണ്. അത് മ്യൂസിക് ചെയ്തത് എൻ്റെ ഒരു കസിൻ തന്നെയാണ്, കമർക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് എൻ്റെ ആദ്യത്തെ ആഗ്രഹം സഫറി. ഒരു കാസറ്റ് എന്ന് പറയുമ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്ന CD ഒന്നുമല്ല, CD ഇല്ല, കാസറ്റ് ആൽബം, ചെറിയൊരു കാസറ്റിന് ആൽബം എന്ന് പറയുന്ന. ഇല്ല, അന്ന് വിഷ്വലില്ല. അല്ല, വിഷ്വലല്ല ഞാൻ പറയുന്നത്. അന്ന് സാധാരണ കാസറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് തുറന്നിട്ട്, പക്ഷെ അത് കൂടാണ്ട് ഫോട്ടോസൊക്കെ വെച്ച് നല്ല അതിന് ആൽബം കാസറ്റ് എന്നാണ് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അതായത് കവറിൽ പ്രിന്റ് ചെയ്തിട്ട് അതൊക്കെ. അപ്പൊ അതിന്റെ അകത്തൊരു കാസറ്റ് എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ചിലപ്പോൾ 8 പാട്ടായിരിക്കാം, 6 പാട്ടായിരിക്കാം. അതിലൊരു ഹിറ്റ് പാട്ടുണ്ടാവും. അതെ, ഒരു പാട്ട് ഹിറ്റ് ഉണ്ടാവും. ആ കൽബിലെ ഹിറ്റ് പാട്ട് ഓർമ്മയുണ്ടോ? കൽബിലെ ഹിറ്റ് പാട്ട് ഒരു ഒപ്പന പാട്ടായിരുന്നു. മാനത്ത് കമർ പിറന്ന രാവ്, മനസ്സകം മോഹം വിരിഞ്ഞ രാവ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പാട്ടായിരുന്നു. ആ പാട്ടിനെ പിന്നീട് ഞാൻ പുള്ളി ചെയ്ത ട്യൂണിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ഞാൻ എൻ്റെ ട്യൂണിലിട്ടിട്ട് രയനത്താനെ കൊണ്ട് ഞാൻ വീണ്ടും കൽബിൽ പൂക്കാലമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഇറക്കിയായിരുന്നു. അത് ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത, ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത. അപ്പോൾ അതിൽ ഞാൻ ഈ പാട്ട് വീണ്ടും മാനത്ത് കമർ, അത് കുറച്ച് കാലം ഹിറ്റായിരുന്നു. പിന്നെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അതും കുഴപ്പമില്ലാത്ത. അഴകാൽ വിരിയും പൂവി. 2 വരി പാടാമല്ലോ. ഇപ്പോൾ പാടാൻ പറ്റില്ല, ഒരിക്കലും പാടാൻ പറ്റില്ല, പണ്ടത്തെ പോലെ ഒന്നുമല്ല. റോട്ടിലൊരു സ്ക്രാച്ച് ഉണ്ട്, ട്രീറ്റ്മെൻറ്റിലാണ് ആയിരുന്നു, പാടാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം വന്നു. പിന്നെ ഞാൻ കമ്പോസ് ചെയ്തതാണ്. SPV പാടിയിട്ടുണ്ട്, സുജാത പാടിയിട്ടുണ്ട്, ഞാൻ എഴുതി കമ്പോസ് ചെയ്തത്. സുജാത പാടിയിട്ടുണ്ട്, ഫ്രാങ്കോ, പിന്നെ ശ്രീനിവാസില്ലേ തമിഴിലെ ശ്രീനിവാസ് സാറ് പാടിയിട്ടുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് SP സാറ് എൻ്റെ പാട്ട് പാടിയത് ഞാൻ എഴുതി മഞ്ഞത്തുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടിയിരുന്നു. അത് ഞാൻ ആർക്കും കിട്ടാൻ പോയില്ല. SP സാറ് ആകെ ഒരു ആൽബത്തിലേ പാടിയിട്ടുള്ളൂ, എൻ്റെ ആൽബത്തിൽ മാത്രമേ പാടി, ചെന്നൈയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ വലിയൊരു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ നമ്മളറിയാതെ. അപ്പോൾ ദുബൈയിൽ പോയി ഇവിടെ നല്ല ഒഴിവാക്കിയതല്ലേ, അവിടെ ചെന്നപ്പോൾ ഇയാളുടെ കെയർ ഓഫിൽ പാട്ട് കാര്യങ്ങളും അങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഇവൻറ്റുകൾ വന്നു, ഇവൻറ്റ് ചെയ്യൽ തുടങ്ങി, പിന്നെ ആങ്കർ ചെയ്യൽ തുടങ്ങി. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണല്ലോ. ആഴ്ചയിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഏതെങ്കിലും അസോസിയേറ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കും, അപ്പോൾ ആങ്കർ ചെയ്യാൻ വിളിക്കും. പോയി കഴിഞ്ഞാൽ ഒരു 200 ദിറംസ് 300 ദിറംസ് ഒക്കെ കിട്ടും അന്നത്തെ കാലത്ത്. നല്ല കാര്യമല്ലേ? പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ അങ്ങനെ ഒരു കല ചെറിയ ഒതുങ്ങി കൂടിയിട്ടുള്ളൊരു അതായിട്ട് അങ്ങനെ പോയി.
പിന്നെ കണ്ടൻറ് റൈറ്റിംഗ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആഡിൻ്റെ കണ്ടൻറ് എഴുതി കൊടുക്കൽ, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിಲ್ಲಿ വിട്ടുപോകും. സിനിമ എന്ന് പറയുന്നത് അന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ആക്ടിങ് എന്ന് പറയുന്നൊരു സംഭവം മാറ്റിവെച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് താങ്കളൊരു ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ചെയ്തു, റെയിൽവേ ട്രാക്ക് അല്ലേ, ഡാർക്ക് റെയിൽവേ. ഞാനത് കണ്ടായിരുന്നു. ഇത് നമ്മുടെ പ്രേക്ഷകരും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഡാർക്ക് റെയിൽവേ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം ഇദ്ദേഹം ചെയ്തത്. അതിലൊരു ASI ആണ്, വൈക്കം പോലീസ് സ്റ്റേഷനിലെ ASI ആണ് ആക്ട്രസ് സ്വപ്ന മാഡം അഭിനയിച്ചത്. അവർക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം, ആ സിനിമയിൽ നിന്ന് ഉമ്മ പറഞ്ഞിട്ട് മാറി നിന്നു. ഇപ്പോൾ വീണ്ടും സിനിമ ഡയറക്ഷൻ ചെയ്യേണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടില്ല. ഇല്ല, അല്ല പിന്നെ ഉമ്മ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫസ്റ്റിൽ ക്യാമറക്ക് മുമ്പിൽ നിന്നത് കേട്ടോ. അല്ല, പിന്നെ ഞാൻ അഭിനയിച്ചു. ഞാൻ പറഞ്ഞതല്ല, ഉമ്മ അത് അഭിനയിക്കരുതെന്നേ പറഞ്ഞുള്ളൂ, പിന്നീട് അഭിനയിച്ചു. അല്ല, ഡയറക്ഷൻ ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഡയറക്ഷൻ എന്ന് പറയുന്നൊരു ലെവലിലേക്ക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം ഞാൻ കേട്ടായിരുന്നു, എൻ്റെ അടുത്ത് നമ്മളുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞായിരുന്നു, ഷെയർബൈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നിന്നിട്ട് കുറച്ച് വിവാദമായി. ആകാശത്ത് കൂടി പറക്കുന്ന പറവകളുടെ ഒരു സ്റ്റോറി എന്തായിരുന്നു പറയാൻ പോയത്. അപ്പോൾ അവരുടെ മെയിൻ ആളുകളൊക്കെ വന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി. അത് വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്ക് പറയാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും കേൾക്കണമല്ലോ. മംഗലാപുരം വിമാന ദുരന്തം സിനിമയാകുന്ന പറഞ്ഞിട്ട് കുറേ വിവാദങ്ങളും ദുബായിലൊക്കെ മിഡിൽ ഈസ്റ്റ് പത്രങ്ങളിലും ഒക്കെ വന്നത്. ഇപ്പോഴും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഫിലിം അബൌട്ട് മാംഗ്ലൂർ പ്ലെയിൻ ക്രാഷ്. അത് നിന്ന് പോയത് കുറച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഡ്യൂസർ കാസർഗോഡുള്ള ആളായിരുന്നു, പുള്ളിക്കാരൻ മരിച്ചു. ഇപ്പോഴും അന്ന് ഞാൻ ആ കഥ 1 ലൈൻ എഴുതിയിട്ട് DTP എടുക്കാൻ കൊടുത്തു. DTP എടുക്കാൻ കൊടുത്തിട്ട് ഞാനൊന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി തിരിച്ച് വന്നിട്ട് ഞാൻ സംഭവം മേടിക്കും സമയത്ത് എന്നോട് ആ DTP എടുക്കുന്ന പെണ്ണെന്താ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 1 ലൈൻ ആട്ട സിനിമയുടെ ആ ബഷീറിനെ കൊല്ലണ്ടായിരുന്നു കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞെട്ടി, എന്ത് അല്ല അത് വേണ്ടെന്നില്ല, ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ശരിക്കും വായിച്ചു അതോ ടൈപ്പ് ചെയ്ത് പോയല്ലോ? അല്ല, ഞാൻ വായിച്ചു, ടൈപ്പ് ചെയ്യുമ്പോൾ വായിച്ചു, അത് കൂടാണ്ട് ഞാൻ വീണ്ടും വായിച്ചു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു സന്തോഷം, വളരെ സന്തോഷം. ഞാനത് മേടിച്ച് പോയി. ഫസ്റ്റ് കഥ പറയാൻ പോണത് ഭാമയുടെ അടുത്താണ്. അപ്പോൾ ഭാമയുടെ അടുത്ത് ഞാനുണ്ട്, കൺട്രോളർ ദുബായിൽ വെച്ച് തന്നെ. അല്ലല്ല, ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ഇവിടുന്ന് സംഭവം. അപ്പോൾ ഭാമ അന്ന് കന്നഡയിലൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിൽ കന്നഡ ആർട്ടിസ്റ്റും മലയാളം ആർട്ടിസ്റ്റും തമിഴ് ആർട്ടിസ്റ്റും മിക്സ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാമക്ക് 1 ലൈൻ കൊടുത്തു, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു. അങ്ങനെ ഭാമ തന്നെ ഇങ്ങനെ വെളുത്ത് ചൊകന്നിരിക്കുന്ന ആളല്ലേ. ഈ 1 ലൈൻ വായിച്ചപ്പോൾ മുഖമൊക്കെ ഒരു ചുവപ്പ് കളറായി. ഇനി കഥ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് കഴിയുമ്പോഴല്ലോ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഉരുളായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞാൻ ചെയ്യാം, ഞാനൊന്നും പറയില്ല, റെമോണ്ടേഷൻ ഒന്നും പറയില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ഉറപ്പായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി ആർട്ടിസ്റ്റ്. അന്ന് അത്രയും ഇതായിട്ടുള്ളപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ പുള്ളിക്കാരൻ മരിച്ചത്, പ്രൊഡ്യൂസർ മരിച്ചത്. ദുബായിൽ വെച്ചിട്ടൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതേ സമയം തന്നെ ഇത് നാഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പത്രത്തിൽ, അബുദാബിയുടെ ഒരു പത്രമാണത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജിൽ എന്നെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട്, ഫീച്ചർ വന്നു, ഫീച്ചർ അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നു. അത് എല്ലാ പത്രത്തിലും വന്നതാ. 8ാമത്തെ പേജ് എന്നെ കുറിച്ചിട്ട് കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ വിമാന ദുരന്തത്തിന് ഉള്ള കാര്യങ്ങൾ, അത് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോഴും കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ ഈ മരിച്ച ആൾക്കാരുടെ ഓൾമോസ്റ്റ് 90% ആൾക്കാരുടെ വീട്ടിൽ ഞാൻ പോയി. കാസർഗോഡും മംഗലാപുരത്തുമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി, ഞാൻ കരഞ്ഞിറങ്ങിയിട്ടുണ്ട് പലവരുടെ അവസ്ഥ കണ്ടിട്ട്. ഞാൻ കഥ എഴുതാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച സാധനമല്ല പിന്നീട് ഞാൻ എഴുതിയെടുത്തത്. കാരണം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഭയങ്കര ദുരന്തമുണ്ട്. ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ കൈക്കൂലി ചോദിച്ച ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്കണം. 2009 ഒരു നിയമം വന്നിരുന്നു, UN നിയമം. അതായത് ലോകത്തിൽ എവിടെ പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാലും അന്നത്തെ 78 ലക്ഷം വരുന്ന ഡോളേഴ്സാണ് ഒരാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. അത് UN നിയമമാണ്. ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ഏത് ഫ്ലൈറ്റാണോ ആ ഇൻഷുറൻസ് കമ്പനി
കൊടുക്കണം. ഇത് മുല്ല അൽമുല്ല കമ്പനിയായിരുന്നു. അപ്പം അന്ന് വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേലായിരുന്നു ഇത് നടക്കുന്നത്. 2009 ഇങ്ങനൊരു നിയമം വന്നു, 2010 ഇത് നടക്കുന്നത്. അപ്പോൾ പ്രഫുൽ പട്ടേൽ വന്നിട്ട് അന്ന് അനൗൺസ് ചെയ്ത ക്യാഷാണിത്. അതായത് 78 ലക്ഷമാണ് ആ ഡോളർ പ്രകാരം അന്നത്തെ കറൻസി വാല്യൂ ഉള്ളത്. പക്ഷെ അത് കൊടുത്തിട്ടില്ല. കോമ്പൻസേഷൻ പലർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ സുപ്രീം കോർട്ടിൽ വിക്ടിം ഫാമിലി അസോസിയേഷൻ കേസ് ഫയൽ ചെയ്തു, അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടുന്ന കാഴ്ചകളിൽ ഞാനൊരു വീട്ടിൽ പോയിട്ട് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ രോമനേറ്റിക്കും. ഒരേ ഒരു മകന് ഒരു വീട്ടിൽ കാസർഗോഡ് നല്ല സൗകര്യമുണ്ട്, മരമില്ല് മറ്റേത് അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ പയ്യന് ശരിക്ക് ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ രാഹുൽ ഗാന്ധി പോലെ ആയിരിക്കും, നല്ല ഭംഗിയല്ല. പുള്ളിക്കാരനും അമ്മാവനും കൂടിയിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുക. പുള്ളിക്കാരൻ്റെ വൈഫ് അവിടെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് വൈഫിന് ആദ്യം വിട്ടു. പ്രസവം കഴിഞ്ഞിട്ട് അവൻ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവനക്ക് ടിക്കറ്റ് കിട്ടി കോഴിക്കോട്ടേക്ക്. മംഗലാപുരത്തേക്ക് ടിക്കറ്റ് കിട്ടിയില്ല, കോഴിക്കോട്ടേക്ക് എടുത്തു. അപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ടേക്കാണ് വരുന്നത്, അപ്പോൾ വണ്ടി കോഴിക്കോട്ടേക്ക് വന്നാൽ മതി, വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ മാമൻ വരുന്നത് മംഗലാപുരത്തേക്കാണ്, അപ്പോൾ എനിക്ക് ടിക്കറ്റ് മംഗലാപുരത്തേക്ക് ആക്കിക്കൂടെ, എന്നാൽ 2 കൂട്ടർക്ക് ഒരുമിച്ചിട്ട് വന്നൂടെ, ഒരാളില്ലെങ്കിൽ ഒരു ടീം മംഗലാപുരത്തേക്കും പോകണം, ഒരു ടീം കോഴിക്കോട്ടേക്കും പോകണ്ടേ. മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ, അപ്പോൾ മാമൻ്റെ വീട്ടുകാർ വിളിച്ചപ്പോൾ പറഞ്ഞ് മോൻ അങ്ങോട്ടാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അവനായിട്ട് കോഴിക്കോട്ടേക്ക് ആക്കിക്കൂടെ പറഞ്ഞിട്ട് ഇവനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയില്ല. മംഗലാപുരത്തേക്ക് ഉണ്ടായിരുന്ന അമ്മാവൻ ടിക്കറ്റ് മാറ്റിയിട്ട് കോഴിക്കോട്ടേക്ക് ആക്കി, കോഴിക്കോട്ടേക്ക് പോയിരുന്ന ഇവൻ ടിക്കറ്റ് മാറ്റിയിട്ട് മംഗലാപുരത്തേക്ക് ആക്കി. ഇതിലെ പെട്ടു, മരിച്ചു. ആ അച്ഛൻ ഒരു ഷർട്ടും ഒരു പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ അന്നത്തെ പത്രത്തിൽ മനോരമയിൽ മംഗലാപുരം വിമാന ദുരന്ത സിനിമയാകുന്നു എന്നുള്ള ന്യൂസ്, അതിൻ്റെ തലേദിവസം പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അവിടെ കാസർഗോഡ് വെച്ചിട്ട്. കൊച്ചിൻ എയർപോർട്ടിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അവിടുത്തെ ഇതിലുള്ള പുള്ളിക്കാരൻ, ഈ പെൺകുച്ചിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മാമോദിസക്ക് വന്നിരിക്കുകയാണ് നാട്ടിൽ. കുട്ടി വലുതായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രസിൽ താരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ഞങ്ങളെ കാത്തിരിക്കുക. ചെന്ന് വന്നപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, എമിഗ്രേഷനിൽ വർക്ക് ചെയ്യുന്നൊരു സാറാണ്, ഞങ്ങൾ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ചെന്നിരുന്നു. അച്ഛൻ സംസാരിക്കട്ടോ. അച്ഛൻ എന്താണ് അച്ഛനോട് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇന്നോവ കാർ അങ്ങനെ കാർ പോർച്ചിൽ കിടക്കുന്നുണ്ട്. ആ മോൻ പാർക്ക് ചെയ്തിട്ട് പോയ അതേപോലെ തന്നെ കാറ്റൊന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ തുടച്ച് വൃത്തിയാക്കുക എന്നല്ലാതെ അത് അവിടുന്ന് ഇളക്കാൻ സമ്മതിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചതൊന്നും ഇളക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, അത് പിന്നെ ലാസ്റ്റ് മോനെ ഓടിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. മകൻ കൊടുന്ന് പാർക്ക് ചെയ്ത കാർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഞാൻ പാർക്ക് ചെയ്ത വണ്ടിയല്ലേ, അതങ്ങനെ കെടുക്കട്ടെ, അതങ്ങനെ കെടുക്കും ഞങ്ങളെ മരണം വരെ, അത് വിൽക്കും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കൊടുന്നു. ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞാൽ അമ്മനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്ന സീൻ എന്താണെന്ന് അറിയോ, മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമ കണ്ടിട്ടില്ലേ, അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ ബിജു മേനോൻ്റെ ഭാര്യനെ കൊല്ലുന്ന സീൻ ഓർമ്മയുണ്ടോ, തലയിൽ പെട്ടുള്ളൂ. അപ്പോൾ അവൾ ആ റൂമിലേക്ക് നടന്നു വരുന്ന സീനുണ്ട്, ഒരു ശവം ഇങ്ങനെ നടന്നു വരുന്ന പോലത്തെ ഒരു ഫീലില്ല. അതായത് ഒരു വികാരങ്ങളും ഇല്ലാത്ത ഒരു, നോക്കി നോക്കുമ്പോണ്ട് ഈ അമ്മ ഇങ്ങനെ വരണം, നടന്നിങ്ങനെ വന്ന് എൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഞാൻ ചായ ഇങ്ങനെ കുടിക്കരുത്, അമ്മ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇതാണ് ഡയറക്ടർ, പുള്ളിയാണ് കഥ എഴുതണം. ഒരു ഞാൻ എൻ്റെ 2 കണ്ണീന്നുണ്ടല്ലോ ഇങ്ങനെ ചടപടാന്ന്, പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാത്തൊരവസ്ഥ. ഞാൻ അങ്ങനെ എണീക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റണില്ല. ഞാൻ അമ്മ വന്നിട്ട് നേരെ പോയി അതേപോലെ നേരെ പുറത്തോട്ട് നടന്നു. എന്നിട്ടും എൻ്റെ ഫ്രണ്ട് മിനീഷ് തമ്പാനുണ്ടായിരുന്നു, ഞങ്ങൾ 2 കൂടിയിട്ട് നടക്കണം. ഞാൻ പറഞ്ഞു, മാത്തിയാടെ മിനീഷ പോവാം, നമുക്കിത് ഇവിടെ വെച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞു. കാരണം കഥകൾ കേട്ടിട്ട് ഓരോരുത്തരെ കണ്ണീര് കണ്ടിട്ട് അങ്ങനെ ഒത്തിരി. പിന്നെ ഞാൻ 1-2 സ്ഥലത്ത് പോയപ്പോഴാണ് എനിക്ക് ഉറപ്പ്, ഇത് എന്തായാലും സിനിമയാകണം. ഞാനത് എഴുത്ത് തുടങ്ങി അനൗൺസ് ചെയ്ത സാധനം. ഇപ്പോഴും നല്ലൊരു പ്രൊഡ്യൂസറെ. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് എയർ ഇന്ത്യ എന്തോ പ്രശ്നം ഉണ്ടാക്കി. എയർ ഇന്ത്യയിൽ നിന്ന് എനിക്ക് വിളി വന്ന ഫസ്റ്റ് ഇവിടുത്തെ കാസർഗോഡ് പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
കഥ പറയണമെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞ് തേർഡ് പേഴ്സണോട് കഥ എന്ന് വെച്ചാൽ പത്രത്തിൽ എയർ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് എന്നുള്ള ലെവലിലൊക്കെ വന്നു. മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് പ്രശ്നമായത്. അത് കഴിഞ്ഞ് ദുബായിലത്തെ ഈ ന്യൂസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ദി നേഷൻ തന്നെ പത്രത്തിൽ വന്നിട്ടാണ് എന്നെ ബോംബെ നിന്ന് വിളിച്ചതും. യശ്വന്ത്, അഡ്വക്കേറ്റ് യശ്വന്ത്, പുള്ളിക്കാരൻ ഇവിടെ നാട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ച് ധാരണയിലായി, കുഴപ്പമൊന്നുമില്ല, ഞാൻ അഗെയിൻസ്റ്റ് എന്നല്ലാത്ത ലെവലിലേക്ക്. പക്ഷെ അത് ഇറക്കും, അതിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. കാരണം ലാസ്റ്റ് ഒരു പ്രൊഡ്യൂസർ ലാസ്റ്റ് അത് കേട്ടിട്ട് എന്നോട് തന്നെ ആകാശദൂതിന് ശേഷം തിയേറ്റർ കരഞ്ഞിറങ്ങുന്ന ഒരു സിനിമയാകും. അപ്പോൾ ബാമളോട് അന്ന് കഥ പറഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് കണ്ടായിരുന്നു. പറഞ്ഞാൽ പടം നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യട്ടോ, അത് എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും അത് സൂപ്പറാണ്, ആരെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ. പിന്നെ എനിക്കെന്താ വെച്ചാൽ കുറേ മടുപ്പ് വന്നിട്ടുണ്ട്. മടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കഥ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ചെന്നാൽ ആർട്ടിസ്റ്റ് ഉണ്ടോയെന്ന് ചോദിക്കും, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടോ. ഞങ്ങളിത് രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഷൈർ ഭായി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആർട്ടിസ്റ്റ് ഞങ്ങൾ ഇന്ന് രാവിലെയും കൂടി സംസാരിച്ച കാര്യം. അപ്പോൾ ദുൽഖറിൻ്റെ സബ്ജക്റ്റ്, ശ്രീ ദുൽഖർ അതൊന്ന് കേട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ സർക്കിളിൽ ആ കഥ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, നിങ്ങളെങ്ങനെയും ദുൽഖറിനെ പോയി കാണും സംസാരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അന്നത്തെ അദ്ദേഹത്തിൻ്റെ മാനേജർ, ഞാൻ ഇതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ മാനേജർ ഈ പറഞ്ഞ പോലെ ഇയാൾ നമ്മളിട്ട് വലിപ്പിച്ച് ആളുടെ ലൊക്കേഷനിൽ ദുൽഖർ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഞങ്ങൾ തൊട്ടിപ്പുറത്ത് നടുവിലുള്ളതൊരു ഗേറ്റ് മാത്രം. അങ്ങനെ ഒരു വിഷയം വന്നിട്ട് ഈ മാനേജർ ഫോൺ ചെയ്ത് ഇയാൾ നമ്മളിട്ട് വലിപ്പിച്ച് ഇടങ്ങേറാക്കി. സത്യം പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു. ലാസ്റ്റ് ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പറയണ്ട പോരെന്ന് പറഞ്ഞു പോകുന്ന. ഞാനിതേപോലെ ദുൽഖറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച മാനേജർ തന്നെ പുള്ളിനെ വിളിച്ചു. പുള്ളി വലിയ വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ് ഫോണിലൂടെ. അത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ടുണ്ട്. അതായത് ഭയങ്കര ഡയറക്ഷൻ ഫീൽഡിലും ബോളിവുഡിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ ഡയറക്ഷൻ ചെയ്ത ഒരു മോഡലല്ലേ പുള്ളി സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു കോയമ്പത്തൂർ ഒന്ന് കാണാൻ പറ്റുള്ളൂ. കോയമ്പത്തൂർ പോയി ഈ പറഞ്ഞ പോലെ ആ ഗേറ്റിൻ്റെ പുറത്ത് മതിലിൻ്റെ പുറത്ത് വെയിലും കൊണ്ടിട്ട് 4 മണി വരെ ഞാൻ നിന്നു. 9 മണി മുതൽ 4 മണി വരെ നിന്നു. ഈ തെണ്ടി ഫോൺ എടുത്തില്ല. കറക്റ്റ്, ഫോൺ എടുക്കില്ല. തലേ ദിവസം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അത് ഒരു സത്യം തന്നെയാണ്. ഇങ്ങനെ ഇപ്പം നമ്മൾ പോയി ഈ മാനേജർ എന്ന് പറയുന്നൊരു വേസ്റ്റ്, ഞാൻ വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അല്ലട്ടാ, നല്ലവരുണ്ട്. ഇതേപോലെ തന്നെ ഒരു മാനേജറിനോട് കഥ പറഞ്ഞു, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മാനേജറിനോട് കഥ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളായിട്ട് അത്രയും നല്ല ബന്ധം എപ്പോഴും കാണുന്നൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. കഥ പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് വേറൊരു ഡയറക്ടറാണ്, സ്റ്റോറി എൻ്റെതാണ്. ലൊക്കേഷനിൽ പോയി മാനേജറിനടുത്ത് കഥ പറഞ്ഞു, കഥ കേട്ടു. അന്ന് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അവിടെ ഉണ്ട്. കഥ കേട്ട് മാനേജർ കഥ കേട്ടു, ആ പ്രൊഡ്യൂസറും കഥ കേട്ടു. പുള്ളി കുറച്ചേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറിയിരുന്നു. ബാദുക്കാരനോട് പുള്ളി സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ്, ആ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പുള്ളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഡ്യൂസറെ നിങ്ങൾ തപ്പണ്ട, നമ്മളിത് ചെയ്തോളാം കേട്ടോ. അവർക്ക് കഥ ഇഷ്ടമായി. ഈ മാനേജർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ നടൻ്റെ അടുത്തേക്ക് ഞാൻ പോയി ചോദിച്ചു, എനിക്ക് ഒരു 10 മിനിറ്റ് ടൈം മതി. ഇപ്പോൾ കൊറോണ സെക്കൻഡ് വേവ് ആയിരുന്നു, ശരി തന്നെ. പക്ഷേ ഈ ആർട്ടിസ്റ്റ്, ലീഡിങ് ആർട്ടിസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഞാനും ഡയറക്ടറുണ്ട്, ഡയറക്ടറിൻ്റെ കൂടെ വേറൊരു മെയിൻ ഡയറക്ടറിൻ്റെ അസോസിയേറ്റ് ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് പോയി നിൽക്കുന്നത്. നമ്മളൊരു 10 മിനിറ്റ് മതി. പുള്ളിയുടെ അടുത്ത് നിന്ന് എനിക്ക് ആ ഇൻട്രോ സീനൊന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറയും, ഒരു 1 ലൈൻ പോലല്ല, ഇൻട്രോ സീൻ മാത്രം പറഞ്ഞാൽ മതി. കാരണം അത്രയും ഹൈപ്പ് സാധനമാണത്. ഇയാൾ എടുത്ത് വയ്ക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കഥ കുഴപ്പമൊന്നുമില്ല, കഥ ഓക്കെയാണ്, മാസാണ് മൂവി. പക്ഷേ പുള്ളി ഇപ്പോൾ 3 മാസം കമ്മിറ്റ് ചെയ്ത് നിൽക്കണതാണ്. പെട്ടെന്ന് പുള്ളി അത് സമ്മതിക്കുമെന്ന് തോന്നല്ല. പെട്ടെന്ന് സമ്മതിക്കണ്ട. ഞങ്ങൾക്ക് ഇന്ന് കഥ പറഞ്ഞ് നാളെ ചെയ്യേണ്ട കാര്യമില്ല. കഥ ഒന്ന് കേട്ട് പുള്ളി ഓക്കെ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. ഇത് തന്നെയാണ് ദുൽഖറിൻ്റെ അടുത്ത് സംഭവിച്ചത്. മിസ്റ്റർ അലക്സ്, ഞാൻ പേര് പറയാം, അത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. അവൻ ഞങ്ങളിട്ട് വലിപ്പിച്ചതാ, ഈ അലക്സ് എന്ന് പറഞ്ഞവൻ. ദുൽഖറിൻ്റെ അടുത്ത് ഇത് പറയാൻ സാധിച്ചാലല്ലേ പറ്റുള്ളൂ. ദുൽഖറിൻ്റെ അടുത്തേക്ക് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അലക്സ് വിചാരിച്ചിട്ട് അന്ന് നടക്കുള്ളൂ. എന്നെ, എൻ്റെ വൈഫിനെയും
ഞാനും രന്യ എന്ന് പറയുന്ന വ്യക്തിയും കൂടി കയറി ഇറങ്ങി എത്ര വട്ടം പല ലൊക്കേഷനിൽ പോയി എന്ന് പറഞ്ഞ പോലെ ഇതേ മാനേജർ, അത് ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എൻ്റെ വികാരമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞാലേ ആർട്ടിസ്റ്റിന് ഓക്കെ ആണോ ഇല്ലയെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഷഹീർ ഭായി പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ഓക്കെ അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുമ്പോൾ അടുത്ത ഇഷ്യൂ നിങ്ങൾ പറഞ്ഞത്, ആർട്ടിസ്റ്റിനെ ഡേറ്റ് എടുക്കൂ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളാം. ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ ആർട്ടിസ്റ്റിന് ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പ് ഒന്ന് പിടിച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ എത്ര പ്രൊഡ്യൂസർമാർ വരും? ഇഷ്ടം പോലെ വരും. എങ്ങനെ പിന്നെ പുതിയ ആൾക്കാർക്ക്, ഷഹീർബായുടെ അഭിപ്രായത്തിൽ നിങ്ങൾ പറയും, എങ്ങനെ ഒരു പുതിയ ന്യൂ കമർ, ഒരു റൈറ്ററിനോ ഡയറക്ടറിനോ എങ്ങനെ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്കലായിട്ട് കുറേ പടങ്ങൾ വരുന്നത്. ചെറിയ ചെറിയ പടങ്ങൾ ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് നടക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അത് മെയിൻ സംഭവം തന്നെയാണ്. എടുക്കുന്നവൻ എടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ അനൗൺസ് ചെയ്ത് റെയിൽവേ ട്രാക്ക് നടന്നത്, ഞാൻ പറഞ്ഞില്ല, ഡാർക്ക് റെയിൽവേ ട്രാക്ക് നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർദ്ര പ്രൊഡക്ഷനോട് സിനിമ തുടങ്ങാമെന്നുള്ള ലെവലിൽ പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കിടന്ന ചെറിയൊരു ഒത്തിരി വർഷം മുമ്പ് കിടന്നിരുന്ന ത്രെഡാണ് ഒറ്റപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു അനുഭവം. ഞാൻ ജസ്റ്റ് അവരോട്, മാഡം ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കഥ പറഞ്ഞു. ഇതിലാരാ അഭിനയിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡാണെന്ന്. പുള്ളിക്കാരത്തി ജീവിതത്തിൽ ഇന്ന് വരെ അഭിനയിക്കാത്തൊരു വ്യക്തിയാണ്. പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ അഭിനയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അതായത് ഞാൻ റെഡിയാക്കി. അങ്ങനെ എടുത്ത് ഇപ്പോൾ അവാർഡൊക്കെ മേടിച്ചു, ബെസ്റ്റ് ആക്ട്രസ് മേടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഇത് ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു. അവർ തന്നെയാണ് ഇപ്പം എൻ്റെ അടുത്ത പടം എടുക്കുന്നത്. നമുക്ക് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സമയം തെളിഞ്ഞ് വരണം, അങ്ങനെയുണ്ട്. പിന്നെ ഇതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സപ്പോർട്ട് തരുന്നത് നമ്മളെ വൈഫ് മാത്രമല്ല. അപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ച കാര്യങ്ങളാണ്. എനിക്ക് 4 മക്കളുണ്ട്, 3 പെൺകുട്ടികളും, 4ാമത്തതാണ് ഒരു ആൺകുട്ടി. അപ്പോൾ ഈ എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ പട്ടിണി എടുക്കണമെങ്കിൽ മിനിമം ഒരു 1000 രൂപയെങ്കിലും വേണം അല്ലേ? നമുക്ക് പല സംഭവങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് ക്രൈസിസ് എല്ലാവർക്കും വന്നതാണ് ഈ കോവിഡ് സമയത്തൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്നതൊക്കെ സിനിമയ്ക്ക് മാത്രം വേണ്ടിയിട്ട് ഓടുമ്പോൾ തന്നെ വീട് പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഇൻഫ്രേ മീഡിയ എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് ഒരു കമ്പനി, ആഡ് ഫിലിം കമ്പനി നടത്തുന്ന ഒരാളാണ്. അത്യാവശ്യം ആഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ സിനിമയുടെ പിന്നാലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എങ്ങനെയെങ്കിലും ഒക്കെ നടത്തും. പിന്നെ ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ട്, പെണ്ണ് കൂട്ടി കൊടുത്തിട്ട് ഞാൻ സിനിമ എടുക്കില്ല എന്ന്. നല്ല കാര്യം. അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രക്കധികം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു അനുഭവം പെണ്ണ് പോട്ടെ, അത് ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ നടന്നോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡ്. ഇപ്പോൾ ഞാനൊരാൾ വിചാരിച്ചുകൊണ്ടൊന്നും അത് നന്നാവാൻ പോകില്ല. എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നീന കുറുപ്പില്ലേ, നീന ചേച്ചി നമ്മളൊരു ഭയങ്കര ഒരു ചേച്ചിയാണോയെന്ന് വെച്ചാൽ ചേച്ചി, അമ്മയാണോയെന്ന് വെച്ചാൽ അമ്മയാണ്, ചേച്ചിയാണോയെന്ന് വെച്ചാൽ ചേച്ചി, അതുപോലത്തെ അടുപ്പുള്ള ഒരാളാണ് വർഷങ്ങളായിട്ട്. അപ്പം ഞാൻ എന്ത് കാര്യം ഞാൻ ചേച്ചിയോട് ആദ്യം വള്ളേന് പറയും, ചേച്ചി ഇങ്ങനെ സാധനം വരാൽ എന്ന് പറഞ്ഞില്ല, വരാൽ ദി എസ്കേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൂടെയാണല്ലോ അനു സിത്താര എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നായികയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പടം നടന്നില്ല. ഈ പണം നിരോധനം, നോട്ട് നിരോധനം വന്നപ്പോൾ പണം അതിൽ പോയി. അപ്പോൾ ആ സമയത്ത് നീന കുറുപ്പിൻ്റെ കെയർ ഓഫിൽ പാലക്കാട് നിന്ന് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് അന്ന് മോനൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് പാലക്കാട് പോകുന്നത്, പ്രൊഡ്യൂസറുണ്ട് അവിടെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ വരാൽ ദി എസ്കേപ്പർ ഞാൻ എഴുതിയതും കാര്യങ്ങളും, ആ പ്രൊഡ്യൂസർ അപ്പോഴേക്കും ഫാമിലി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിഞ്ഞു മാറി. ഭയങ്കര പ്രശ്നങ്ങളായി, വീട്ടിൽ സിനിമ എടുക്കാൻ വന്നപ്പോൾ വേറെ വല്ല കാര്യത്തിനാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഒഴിഞ്ഞു മാറി. എല്ലാം എൻ്റെ തലയിലായി. കുറേ കാശ് പോയി, എൻ്റെ കാറ് വിറ്റു, ഞാൻ ഓടുകയാണ്. 500 രൂപ തികച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ലാത്തൊരു സമയം. അപ്പോഴാണ് നീന കുറുപ്പ് എന്നോട് പറയണത്, മോനൊന്ന് അവിടെ ചെന്ന് നോക്ക്, സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് വടക്കാഞ്ചേരി പോയി. വടക്കാഞ്ചേരിയിൽ എൻ്റെ സപ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ കാറിൽ ഞങ്ങൾ പാലക്കാട് പോയി. പാലക്കാട് പോയപ്പോൾ പ്രൊഡ്യൂസർ കാത്തിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയും, കുഴപ്പമില്ല, ഒരു 7 മണിയാകുമ്പോഴേക്കൊക്കെ എത്തിയാൽ മതി. കെ ഹരിദാസനൊക്കെ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മരിച്ചുപോയി. കെ ഹരിദാസനൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ആലോചിച്ചു, കെ ഹരിദാസൻ എന്തിനാ വരുന്നത്? അപ്പോൾ നമ്മളെ പണി കഥ പറയാ, തിരിച്ചു വരിക, അത്രയുള്ളൂ. അങ്ങനെ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഒന്ന് റെസ്റ്റ് മീൻസ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഫ്രഷപ്പായി ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോഫയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ അതിലിരുന്ന് കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലേക്ക് ഇരുത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഒപ്പം വന്ന് അവനുണ്ട്, പിന്നെ അവർ 2 പേരുണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ 2 പേരുണ്ട്. ഞാൻ കഥ പറഞ്ഞിട്ട് ആദ്യം പുള്ളി പറഞ്ഞു, ഗംഭീര കഥ,
നല്ല കഥ, നല്ല നല്ല ത്രില്ലുണ്ട്, കേൾക്കുമ്പോൾ ഒരു ത്രില്ലുണ്ട്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സോങ് ഉണ്ട്, നല്ല സംഭവം. പിന്നെ ആൾ എൻ്റെ ഡ്രോബാക്കുകൾ പറഞ്ഞു തുടങ്ങി. ഈ കഥ എഴുതിയത് എൻ്റെ കഥയാണ്, സ്ക്രീൻ പ്ലേ മാത്രമേ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. നമുക്കിത് സാറ്റലൈറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിചയമുള്ള ഒരാൾ വേണ്ടേ. ഷഹീർ കഥ പറയാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്. പിന്നെ ഷഹീർ ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ലല്ലോ കാര്യം. സാറ്റലൈറ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ തിയേറ്റർ കിട്ടണമെന്നുണ്ടെങ്കിലോ പരിചയമുള്ളൊരു ഡയറക്ടർ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ റൂട്ട് ഇങ്ങനെ മാറി സംസാരിക്കൽ തുടങ്ങിയിട്ട് പുള്ളി. ആലോചിച്ച് നോക്കണം, ഞാനിവിടുന്ന് 500 രൂപ കടം മേടിച്ചിട്ടാണ് പോയിരിക്കുന്നില്ല. അങ്ങനെ പിന്നെ പറഞ്ഞ ഡയലോഗ് പുള്ളി എന്താ പറയുക, KK ഹരിദാസ്. അപ്പോൾ അതിലിടക്ക് എന്നിട്ട് ഇതാ ആ ക്രോസ് കഴിഞ്ഞ വീടാണ്, റെയിൽവേ ക്രോസ് കഴിഞ്ഞ വീടാന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി എത്തിയിട്ട് ഇപ്പം എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പോവാണ്. അല്ല, ഷഹീറിന് ഒരു പടം ഷഹീർ തന്നെ ചെയ്യണം, ഷഹീർ പടം ഡയറക്ഷൻ ചെയ്യണം. പക്ഷേ നമുക്ക് പേര് KK ഹരിദാസിൻ്റെ വെക്കാം. പടം ഷഹീർ ചെയ്തോ, പക്ഷേ ഡയറക്ടർ സ്ഥാനം KK ഹരിദാസനായിരിക്കും. കാരണം പുള്ളിയാകുമ്പോൾ സാറ്റലൈറ്റൊക്കെ കിട്ടണം. അപ്പം ഞാൻ ആകെ തരിച്ചു പോയി. സാറേ, ഇതിപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട് കെട്ടിച്ച് വിടില്ലേ, അതിന് ബദൽ നമ്മളിത് വെക്കുന്നതിന് തുല്യമാണ് കേട്ടോ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മറുപടിക്ക് വല്ല തെറ്റുണ്ടോ? പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട് കെട്ടിച്ച് വിടുന്നതിന് ബദൽ വിൽക്കുക കിട്ടിയ കാശിന്. സാറേ, ഞാൻ ഒത്തിരി കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ഹരിദാസ് എത്തണം നോക്കോൾക്ക് ഹരിദാസ് സാർ എത്തി. പിന്നെ നമ്മുടെ ഫ്രണ്ട് ജിൻസൺ കണ്ണമാലും ഉണ്ടായിരുന്നു. അപ്പോൾ ജിൻസർക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായില്ല, എനിക്ക് ജിൻസനെ മനസ്സിലായിരുന്നു. അങ്ങനെ വന്ന് സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വന്ന് സംസാരിച്ചു, എന്നെ പരിചയപ്പെട്ടു, സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ആ ജിൻസൺ പറഞ്ഞു പെട്ടെന്ന് കഥ പറഞ്ഞു, അതാ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിദാസ് സാർ പറഞ്ഞു, വെയിറ്റ് ചെയ്യോട്, ഇതുകൊണ്ട് എത്തിയിട്ടില്ലല്ലോ നമ്മളെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഇതിൽ നിന്നിട്ട് ഈ പ്രൊഡ്യൂസറോട് വെച്ചിട്ട് നീ കഥ കേട്ടോ എന്ന് വെച്ചു. ഓ സൂപ്പർ, ഒന്നും പറയാനില്ല, സൂപ്പറാന്ന് പറഞ്ഞു. എന്നിട്ട് ഹരിദാസിട്ട് എന്നോട് പറഞ്ഞു, 13 കഥ ഞാൻ ഇയാളോട് പറഞ്ഞു, 13 ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എറണാകുളത്ത് നിന്ന് ഒരുത്തൻ വന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്, സൂപ്പറാണ്. അപ്പോൾ കഥക്ക് കഴമ്പുണ്ടെന്നുള്ള മനസ്സിലായില്ലേ, ഇനി നീ തിരക്ക് പിടിക്കില്ല, നമുക്ക് സാവധാനം കഥ കേൾക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് ഇനി പറയാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ വിത്ത് യുവർ പെർമിഷൻ, ഞാൻ ഈ സാറിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കഥ പറയാമെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അപ്പോൾ പുള്ളിക്കാരനക്ക് പറയാനൊരു മടി, ഷഹീറിന് ഡയറക്ഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ എഴുതിയ കഥയല്ലേ. ഇതിനെന്താ, ന്യൂ ജെൻ പിള്ളേരല്ലേ, ചെയ്യട്ടെ. എന്നിട്ട് നേരെ തിരിഞ്ഞിട്ട് പ്രൊഡ്യൂസറോട് പിന്നെ എന്ത് ഒരു തെറി പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ എന്നെ എറണാകുളത്ത് നിന്ന് വിളിച്ച് വരുത്തിയെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അടുത്ത് കേട്ടിട്ട്, നീ ഇവിടുന്ന് കഥ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. നീ ഇവിടെ കഥ പറയാൻ വന്നല്ലേ, കഥ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചു. സാറിന് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാട്ടോ ഞാൻ പറഞ്ഞു. വധു ഡോക്ടറാണെന്നുള്ളൊക്കെ സിനിമക്ക് എടുത്ത ഒരാളല്ലേ, ഒക്കെ കുറേ പടങ്ങൾ എടുത്തു. ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാട്ടോ സാറേ എന്ന് പറഞ്ഞു. അതിന് കഥ പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് വെറുതെ ഒന്നല്ല, ഡയറക്ഷൻ ചെയ്യാൻ വന്നിരിക്കണം ഒരുത്തൻ. എടാ എന്താടാ ഡയറക്ഷൻ, പച്ചത്തേറി. ഞാനൊക്കെ വെറുതെ വന്നൊന്നല്ല, പണിയെടുത്തിട്ട്. ഞാൻ പറഞ്ഞു, സാറേ എന്നെ വിട്ടേക്ക്, ഞാനും കുറച്ച് കാലമായി ഈ ഫീൽഡിൽ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ജിൻസനോട് ഞാൻ ചോദിച്ചു, ജിൻസൺ കണ്ണമ്മാലിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ താടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിൻസൺ എന്നെ കാണാൻ പറ്റി, ഞാൻ ക്ലീൻ ഷേവ്. അപ്പോൾ എപ്പോഴും പല കോലത്തിലാണ് നടക്കുന്നത്. വരാൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പൂജക്ക് വന്നത് ഓർമ്മയുണ്ടോ? പുള്ളി ചാടി കണ്ട് എണീറ്റ്, ഷഹീർ നീയായിരുന്നു, നിന്നെ എനിക്ക് മനസ്സിലായില്ല, നേരത്തെ ഉള്ളു പോയിട്ട് ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നീ അതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. പുള്ളിക്കാരൻ വിടുന്നില്ല, പുള്ളിക്കാരനക്ക് എന്നെ തല്ലണം, തെറി പറയണം. അപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്റ്റ് കൊടുത്ത ഒരാളാണ്, ഒക്കെ ഉണ്ട്. അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ആ 500 രൂപ ഇനി ഞാൻ ആരേക്കൊന്ന് മേടിച്ചിട്ട് കൊടുക്കുമെന്ന ആലോചന കൂടിയിട്ടാണ് ഉള്ളത്. അങ്ങനെ പോകുന്ന പിറ്റേ ദിവസം കാലത്തുണ്ട് എന്നെ വിളിക്കുന്നത് KK ഹരിദാസ്. പിറ്റേ ദിവസം കാലത്ത് ഞാൻ വീട്ടിലെത്തി, ഭയങ്കര സങ്കടപ്പെട്ടിട്ടിരിക്കാൻ പോയിട്ട്, മോനെ ഞാൻ വെണ്ണലയിലാണ്, നീ എറണാകുളത്ത് എവിടെയാണ്? ചക്രപ്പറമ്പിലല്ലേ. നീ നാളെ വെണ്ണലേക്ക് എൻ്റെ ഫ്ലാറ്റിൽ വാ, എന്നിട്ട് നീ തന്നെ ചെയ്ത പടം നമുക്കൊന്ന് വിശദമായിട്ടിരിക്കാം, കഥ നീ തന്നെ ചെയ്തോ. ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആ പടം ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പടം ചെയ്യണില്ല സാറേ, ഞാനത് നിർത്തി. ഇന്നലത്തോട് കൂടിയിട്ട് ഞാൻ സാറ് പറഞ്ഞില്ലേ ഡയറക്ഷൻ എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡയറക്ഷൻ പഠിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നുള്ളൂ, ഞാൻ നിർത്തി. പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ജിൻസിനെ പിന്നെ കണ്ടിട്ടില്ല ഞാൻ.
അപ്പോൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയല്ല എല്ലാം നടക്കുന്നത്. സത്യം. ഇതിപ്പോൾ ഞാൻ പറയണത് കേൾക്കുന്ന പ്രേക്ഷകരോട് കൂടിയിട്ടാണ്. ഒരു കാരണവശാലും നമ്മുടെ പ്രതീക്ഷ കൈവിടരുത്, ഒരു കാരണവശാലും. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. എനിക്ക് അത്ര പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാനും നടത്തും. എൻ്റെ ആഗ്രഹം എന്താണോ ഞാൻ അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുവരെ. പിന്നെ ഒരുപാട് ആൾക്കാർ അറിയുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി, അത്യാവശ്യം നമ്മൾ പോകുന്നിടത്ത് സെലിബ്രിറ്റി സ്ഥാനമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അത് മതി. അല്ലാണ്ട് നിങ്ങൾ വട്ടം വളഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളല്ല. അത് ആഗ്രഹിക്കാത്തൊരാരും ഉണ്ടാവില്ല. അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്തും, 100% എത്തും. അതുപോലത്തെ ഒരു കൈപ്പേറിയ അനുഭവമാണ് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് നമ്മൾ വൈറ്റ് ഫോർട്ട് ഹോട്ടലില്ലേ, വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. എനിക്ക് 50,000 രൂപയുടെ ചെക്ക് തന്നു അഡ്വാൻസ്. ഇപ്പോഴല്ലോട്ടെ, കുറേ വർഷം മുമ്പ് 50,000 രൂപയുടെ ചെക്ക് തന്ന് ഞാനത് കൊണ്ടുപോയി വെച്ചു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ബാങ്കിലൊന്നും ഇട്ടില്ല കേട്ടോ. കാരണം രണ്ടും നമ്മൾ ആണാണോ പെണ്ണാണോ തീരാണ്ട് കൊണ്ടിട്ട് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെച്ചു. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെയ്റ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, നമ്മൾ കാണാം, വൈറ്റ് ഫോർട്ടിലുണ്ടാവും. ഓക്കെ, സന്തോഷം. അങ്ങനെ ഞാൻ പോയി രാത്രിയിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് കഴിക്കുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കഴിക്കില്ല. വല്ലപ്പോഴും വല്ല ബീർ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ കഴിക്കും. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് എൻ്റെ സിനിമ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഹലോ കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആക്കിയിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ മിനി ബാർ തുറന്നിട്ട് അതിൽ നിന്ന് ചെറിയ വലിപ്പമുള്ള പെപ്സി അല്ല, ബീറില്ലേ. അപ്പോൾ വേറെ 1-2 ആൾക്കാരുണ്ട്. ഈ ടീം കാസർഗോഡുള്ള ടീമാണ്. 1-2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് രീതി മാറി. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളിക്കാരത്തി. അപ്പോൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പുള്ളിക്കാരത്തിനെ വിളിക്കുന്നു. അവൻ എന്തിന്, പൈസ എത്ര വെച്ചാൽ കൊടുക്കാം. ആരെ പറയുന്നറിയോ, പ്രൊഡ്യൂസറല്ല പറയണേ, ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു സാറേ എന്താ ഒരു പ്രശ്നം. ഞാൻ ആദ്യം തമാശക്കായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇവർ സീരിയസ് ആയിട്ടാണ്. ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് പറയുക, എന്നോട് തനിക്കെന്താ വിളിച്ചാൽ പൈസ ഞങ്ങളല്ല കൊടുക്കണത്, തൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ലേ ഇരിക്കണേ, പിന്നെന്താ വിളിച്ച. ഞാനിങ്ങനെ തള്ളവരിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനത്തൊക്കെ ഒരു പൊന്നീച്ച പോണ പോലൊക്കെ എങ്ങനെ ഉണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് BP കയറി എനിക്ക്. ഞാൻ ആ ബീറും കുപ്പില്ലേ, ചെറിയ ബീറും, അതുകൊണ്ട് എടുത്തിട്ട് ഒറ്റ അടിയാണ്ട് അടിച്ചിട്ട് പറഞ്ഞു, നീറ്റ് നിന്നിട്ട് നായൻ്റെ മോനെ നീ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മതം വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മാമാമണിക്കല്ല ഞാൻ വന്നത്, കഷ്ടപ്പെട്ട് ഉറക്കമുള്ള ഇരുന്നിട്ട് സിനിമ ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനാണ് ഞാൻ വന്നത്, അല്ലാണ്ട് നിനക്ക് പെണ്ണ് കൂട്ടി തരാനല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഈ വൈറ്റ് ഫോർട്ടിൽ വെച്ചിട്ട് അങ്ങനെ. അതെന്താ വെച്ചാൽ അയാൾ പാവാം, പ്രൊഡ്യൂസർ പാവാം. അപ്പോൾ അവരിത് വന്ന് പിന്നെ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ അവർ പറയണത് എന്തും കേൾക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഫീൽഡിൽ ഇതൊക്കെ നടക്കുന്നതാണെന്നുള്ള ധാരണ ഉണ്ടായിരിക്കുമല്ലോ. പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന്, സാറേ ഇവരുള്ളപ്പോൾ എന്നെ വിളിക്കരുതിട്ടാന്ന് പറഞ്ഞു. അവിടുന്ന് പുറത്തേക്കൊണ്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ പാട് എന്നെ സാറ് വിളിച്ചിട്ടുണ്ട്, നീ എന്തിനാ അത് അങ്ങനെയൊക്കെ, നിനക്കൊന്നെങ്കിൽ മിണ്ടാണ്ട് പോയാൽ മരുന്ന്, പിന്നെ നീ അത്യാവശ്യമായിട്ട് ഓവറായിട്ട് നിന്നെ സംസാരിച്ചെന്ന് വെച്ചു. പറഞ്ഞു സാറേ എൻ്റെ ഉപ്പാടെ പേര് ഉമ്മർ എന്നാണ്. ഉപ്പാടെ പേര് ഓർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഷഹീർ ഉമ്മർ എന്നുള്ള പേരാക്കിയത്. ഞാൻ അങ്ങനെയാണ്. പിന്നെ പെണ്ണ് കൂട്ടി കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ എടുക്കാമായിരുന്നു. അല്ല അതവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ല, ഞാൻ നാളെ വിളിക്കാം, നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷഹീർ കുറച്ച് പ്രശ്നമുണ്ട്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിലുണ്ട്, അവരും കൂടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അവരത് വേണ്ടെന്ന് പറഞ്ഞു. ക്യാഷ് കുഴപ്പമില്ലല്ലോ, അത് ഞാൻ തന്ന ക്യാഷ്, അത് ഷെയർ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടില്ല. സാർ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചു. ചെക്ക് എടുത്ത് നേരെ പോയി ചെക്ക് തിരിച്ച് കൊടുത്തു. സന്തോഷമുണ്ട് സാറ് പെണ്ണ് പിടിക്കാണ്ട് എന്നെങ്കിലും സിനിമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനല്ലെങ്കിൽ പോലും ഞാൻ നല്ല ആളാക്കി തരാട്ടെന്ന് പറഞ്ഞു. അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. മോഡലിംഗ് രംഗത്തേക്ക് പിന്നീട് കടന്നു അല്ലേ? ഇന്നിപ്പോൾ എന്താണ് മോഡലിങ്ങിൻ്റെ ഒരു നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, എങ്ങനെ അത് പോകുന്നു? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഷോസൊക്കെ നടത്തുന്നതെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ഓൺ ഷോകളുണ്ട്, 3 ഷോകളുണ്ട്. ഒന്ന് മിസ്സിസ് മലയാളി, പിന്നെ IFM ഇൻഫ്ലുവൻ ഫാഷൻ മോഡലിംഗ്. മിസ്സിസ് മലയാളി പെജൻ്റാണ്, മത്സരമാണ്. IFM എന്ന് പറയുന്നത് ഡിസൈനർ ഷോയാണ്. പിന്നെ KFW കിഡ്സ് ഫാഷൻ വാക്ക്, അത് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ഷോയിൽ അധികം ഞാൻ പോകാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, പിന്നെ
ഈ കോവിഡ് സമയത്ത് കൂണ് പോലെ കുറേ മോഡലിംഗ് കമ്പനികൾ വന്നു, ഒരുപാട് മോഡലിംഗ് കമ്പനി. അപ്പോൾ ആര് നോക്കിക്കഴിഞ്ഞാലും മോഡലിംഗ് കമ്പനിയുടെ CEO ആണ്. കാരണം ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുടി വളർത്തി ടൈറ്റിലൊരു ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ മോഡലായി എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ ഒരു പ്രഹസനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാണുമ്പോൾ ഓരോരുത്തരെ ചില ഷോയിലൊക്കെ പോയിട്ട് കാണുമ്പോൾ സങ്കടം വരും. കാരണം ബോഡി ഷേമിംഗ് അല്ല ഞാൻ പറയണത്, പക്ഷേ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരാവണമെന്ന് നിങ്ങൾക്ക് ഡിസിഷൻ ചെയ്യാം, പക്ഷെ നിങ്ങളൊരു മോഡലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണാടിയിൽ നല്ലവണ്ണം നോക്കിയിരിക്കണം. ആർട്ടിസ്റ്റ് അഭിനയിക്കാനായിരിക്കും പറ്റും, കഴിവുണ്ടെങ്കിൽ ആർക്കും ഒരു കോലില്ല, രൂപമില്ല, ഒന്നുമില്ല. പക്ഷെ മോഡലിങ്ങിന് അതിൻ്റേതായ കുറേ എലിജിബിലിറ്റി, മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ്, ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഹൈറ്റ്, വെയിറ്റ്, കളർ നോ പ്രോബ്ലം. അതിനിപ്പോൾ എത്ര കറുത്തിട്ടായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ മോഡലിംഗ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ മോഡലിംഗ് തന്നെ പല രീതിയിലുണ്ട്. അതായത് 3 ടൈപ്പ് മോഡലിംഗ് ആണ് ഉള്ളത്. ഫാഷൻ മോഡലിംഗ്, കൊമേഴ്സ്യൽ, അത് മോഡലിംഗ് ഇത് പെടുന്നതാണ്, ആഡ് ഫിലിം മേക്കിങ് കാര്യങ്ങൾ. പിന്നെ റാം മോഡലിംഗ്, പിന്നെ പ്രിന്റ് മോഡൽ. പ്രിന്റ് മോഡലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആക്ടിങ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട് ഇവിടെ, മിസ് കേരള നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എത്ര പേര് നായികമാരായിട്ട് വരുന്നുണ്ട് മലയാള സിനിമയിൽ? വളരെ കുറവാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ മോള് ഒരു മോഡലാണ്. ആള് ജാൻവി മോഡലാണ്. റാം ഷോ ചെയ്യാറുണ്ട്. അവള് ഡിസൈനർ ഷോ ആണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു പെച്ചൻ്റെ അങ്ങനെ പോകാറില്ല, ഡിസൈനർ ഷോ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ജാൻവി നല്ല പരിചയമുള്ള പേര്. 6 വയസ്സായിട്ടുള്ള അവള് പോത്തീസിന്റെ പ്രോഗ്രാമിനോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. പോത്തീസിന്റെ ഷോ ഞാനാ ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ഞാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവള് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അവള് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ചാനലൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ അത് നമ്മളങ്ങനെ അതിൻ്റെ അത് സംബന്ധമായിട്ട് ഞാനിപ്പോൾ ഷഹീർ ഭായി പറഞ്ഞ പോലെ പല ഷോക്കും ഞങ്ങൾ അവളെ കൊച്ചായിട്ട് പോകാറുണ്ട്. പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരാളെയും ബോഡി ഷെയിം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ അതിനോട് അംഗീകരിക്കുന്ന ഒരാളാണ്. നമുക്ക് പറ്റുന്നത് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായിട്ട് മാറരുത്. പൈസക്ക് വേണ്ടി മാത്രം ഒരു ബിസിനസ്സും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ ചില ഇവര് മോഡലിംഗ് കമ്പനിക്കാർക്ക് ഇപ്പോൾ ഒരു ഷോ നടത്തുമ്പോൾ 15 ആൾ 20 ആൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാശും ചിലവുണ്ട്. ഇതെല്ലാം പിള്ളേരൊക്കെ ഇപ്പോൾ ഞാൻ ഗ്രൂമിങ്ങിന് കാശ് മേടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഗ്രൂമിങ്ങിന് കാശ് മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് എൻ്റെ ഗ്രൂമേഴ്സ് തന്നെ ദാലു കൃഷ്ണദാസ് പോലത്തെ ആൾക്കാരാണ്. ഞാൻ 20,000 അല്ലെങ്കിൽ 15,000 എൻ്റെ മിസ്സിസ് മലയാളിക്ക് വരുമ്പം 3 ദിവസത്തെ ഗ്രൂമിങ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ അത് ഗ്രൂം ചെയ്യാൻ ആളെ വിളിക്കുന്നത്. അത് മാത്രമല്ല, കാലത്ത് വന്ന് വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷോ കഴിയുന്നവരെ താമസിക്കാനുള്ള സൗകര്യം, ഫുഡൊക്കെ നമ്മളെ കൊടുക്കുന്നത്. അപ്പോൾ ഈ മേടിക്കുന്ന കാശിൻ്റെ 98% അവർക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കുന്നത്. നമ്മൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് മെഡിറ്റേഷൻ മുതൽ തുടങ്ങും. പിന്നെ ഡോക്ടർമാരുടെ ചെക്കപ്പ് വരുന്നുണ്ട് ഷോ കഴിയുന്നുണ്ടല്ലേ. അത് പക്ക പ്രൊഫഷണൽ മോഡലാക്കിയിട്ടാണ് വിടുന്നത്. റാമ്പിൽ കയറ്റി 3-ാമത്തെ ദിവസം, അത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും. അപ്പോൾ ഞാൻ അതിനെ അഗെയിൻസ്റ്റായിട്ട് കുറേ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ കാശി മേടിച്ചിട്ട് ഓടിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ ഷോയിൽ ഞാൻ പോകാറില്ല. നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എൻ്റെ എത്തിക്സിനോട് എനിക്കത് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കും. ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ കോമ്പറ്റീഷൻ ഞാനാണ് ചെയ്തത്. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ മുൻനിരയിലേക്ക് കൊണ്ട് സ്വീകരിച്ചതും ഞാൻ തന്നെയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആദ്യത്തെ ക്ലബ്ബ് ഉണ്ടാക്കിയത് ഞാനാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആദ്യമായിട്ട് റാമ്പിൽ മൊമെൻറ്റോയും പിടിച്ചിട്ട് വാക്ക് ചെയ്യിപ്പിച്ചത് ഞാനാണ്. ഇതൊക്കെ ഞാനിത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മത്സരം വെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനൊരു കൺസെപ്റ്റ് പണ്ട് കൊടുത്തിട്ട് ഞാനാണത് തുടങ്ങുന്നത്. അതായത് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ മേക്കപ്പ് ചെയ്ത് അവസാനിപ്പിക്കുക. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ പാറ്റേൺ മാറ്റി കൊടുന്നു. ബ്രൈഡൽ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഷൊർണൂരൊന്ന് ചെയ്തിരുന്നു. ഗംഭീര ഷോ ആയിരുന്നു അത്. അവരെ സീസൺ 1 ഞാൻ തന്നെ ചെയ്തത്, സീസൺ 2 ഞാൻ തന്നെ ചെയ്തത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ല BPOs ഉണ്ട്, ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി, അവർക്ക് വേണ്ടിയിട്ട് വധു മന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തായിരുന്നു. അന്ന് അതിൽ 32ഓളം കണ്ടസ്റ്റൻ്റ് ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അവരുടെ സൂപ്പർ മോഡൽസിനെ വെച്ചിട്ട് ഒരുക്കി. അപ്പോൾ അതിൽ അവരുടെ സംഘാടകനെ വിളിച്ചിട്ട് 1-2 മോഡലിംഗ് കമ്പനി വിളിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അപ്പോൾ സ്ലോട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞു അത് വേണ്ട. മോഡലിംഗ് കമ്പനി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മുടെ പരിപാടിക്ക്, അത് കൊളാവും, ഷുവറായിട്ടത് അവർ അലമ്പുണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്ത് ഒക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ലോട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയാണ്. എൻ്റെ ഷോന് ഒരു പ്രത്യേകത ഉണ്ട്. 3 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസില്ല. ആര് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി 3 മണിക്ക് എൻ്റെ ഷോ തുടങ്ങും. 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:59 തീർന്നിരിക്കും. ഞാൻ ഇന്ന് ഒരു ഷോക്ക് അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെത് ഒരു മാറ്റമില്ല. അതിന് അറ്റൻഡ് ചെയ്യുന്ന ഷോ ഒടുക്കി വരെയും പോന്നിട്ടുള്ളതിൻ്റെ മെയിൻ കാരണം ടൈമിങ്. ഇവർ കുട്ടികളാണ് വന്നത്. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്നത്തെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഇപ്പോൾ പോയിരുന്ന ആൾ ഒരു ദിവസം ഒരു ഫാഷൻ ഷോ കാണും,
പിറ്റേ ദിവസം അവൻ ഫാഷൻ ഷോ ഡയറക്ടറാണ്. കറക്റ്റ്. ഒരു ദിവസം ഏതെങ്കിലും കൊച്ചിനായിട്ട് ഗ്രൂം ചെയ്യണ കാണും, പിറ്റേ ദിവസം അവൻ കൊറിയോഗ്രാഫറാണ്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. എത്രയോ 10-15 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാനൊരു ഇൻ്റർനാഷണൽ ഫാഷൻ ഷോ ഡയറക്ടർ ആയത്. ഒരു ദിവസം വിളിച്ചിട്ട് സഫാരി മാൾ വിളിച്ചിട്ട് നിങ്ങൾ ഷോ ചെയ്യണമെന്ന് പറഞ്ഞല്ല, അറ്റ്ലാന്റിസിൽ ഞാനൊരു ഷോ ചെയ്യണ കണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ആ സമയത്ത് സഫാരി മാൾ തുറന്ന സമയമാണ്. അവർക്ക് ഇതാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു, ഒരു ഷോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ഇരുന്ന് അവരെന്നോട് ഒരൊറ്റ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഇന്ത്യൻ കൾച്ചർ വേണം ഇതിൽ. പക്ഷെ എന്നാൽ ഇതിൽ എല്ലാ രാജ്യക്കാരും വരുന്നൊരു മാളാത്. എന്നാൽ എല്ലാം ഉണ്ടായിരിക്കണം, എന്നാൽ ഇന്ത്യൻ കൾച്ചറുള്ള ഒരു തീം വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ മുമ്പ് പ്രശസ്തരായ പല കൊറിയോഗ്രാഫേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ കയറി ഇറങ്ങി വന്നിരിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പോർട്ടിൽ പറഞ്ഞു ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഇൻ എ സാരി. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഇൻ എ സാരി എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ കൊടുത്തു. സൂപ്പറാണല്ലോ, അപ്പോൾ എങ്ങനെ കിട്ടും മോഡൽസ് ഒക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. 32 രാജ്യത്തുള്ള ഡിഫറെൻറ്റ് മോഡൽസിനെ കൊടുത്തു. അതും 6 ഫീറ്റ് ഹൈറ്റുള്ള 0 സൈസ് മോഡൽസ് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് വഷളായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന മോഡൽസിനെ, സൂപ്പർ മോഡൽസിൽ. പിന്നെ അന്ന് എനിക്ക് അവിടുത്തെ ഒരു പാഠം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയായിരിക്കണം മോഡൽസ് എന്ന് മനസ്സിലായത്. അത് ഹൈറ്റ് വെയിറ്റ് കൊണ്ട് മാത്രമല്ല, മനസ്സിലായി, സ്വഭാവം കൊണ്ടും പ്രൊഫഷണലിസം. അവർ വന്ന് ഒരു ദിവസം കാലത്ത് ഗ്രൂമിങ് കഴിഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം 6 മണിക്ക് ഷോ തുടങ്ങി, 10 മണിയാകുമ്പോഴേക്കും ഷോ കഴിഞ്ഞു. അവർ പോയി. 2000 ദിർഹംസ് കൊടുത്ത ആൾക്കാരുണ്ട്, 3000 കൊടുത്ത 5000 ദിർഹംസ് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രൊഫഷണൽസ് എന്താണെന്ന് പറയുക, വന്ന് ആ ഫോണ് മാറ്റി വെച്ചു. പിന്നെ ഷോ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ലഞ്ച് ബ്രേക്കിനാണ് അവർ ആ മൊബൈൽ നിർത്തി നോക്കിയിട്ടുള്ളത്. ഇവിടുത്തെ പിള്ളേർ സെൽഫി എടുക്കണ, അത് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞില്ല, അങ്ങോട്ട് ഒന്നുമില്ല. ഡിസിപ്ലിൻ, പക്ക ഡിസിപ്ലിൻ. ഇവിടുത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ പോയിട്ട് ഞാനൊരു ഷോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിവുകൊണ്ട് തന്നെയാണ്, അല്ലാണ്ടൊന്നല്ല. കാരണം അത്രയും ബുദ്ധിമുട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ ഷോ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗേൾഫ്രണ്ടിനും പിടിച്ച് കയ്യും പിടിച്ചിട്ട് നടക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പുച്ഛാ തോന്നുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ ഒന്ന് കാശ് മേടിച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, പിന്നെ അത് വെച്ചിട്ട് പാരൻസിന് മാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും പാരൻസിനോടും പറയുന്നൊരു സംഭവമുണ്ട്, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഷോ കൊച്ചുങ്ങളെ കൊണ്ടുപോയിക്കോ, പക്ഷേ ഡയറക്ടർ എന്ന് പറയാൻ ആർക്കും പറ്റും. സത്യം. കാരണം ഇപ്പോൾ എൻ്റെ ഒരു കാശുണ്ട്, ഞാനൊരു ഷോ ചെയ്യണം, ഞാൻ തന്നെ ഷോ ഡയറക്ടർ, അല്ലേ? ഒരു ഫോട്ടോ വെച്ച് ബ്രൗഷറിൽ പോട്ടെ. പക്ഷെ അവിടെ ഗ്രൂം ചെയ്യുന്നത് ആരാണെന്ന് നോക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അറിയപ്പെടുന്ന ആൾക്കാർ. കാരണം തെറ്റായ രീതിയിൽ വാക്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ അതേ രീതി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികളെ ഗ്രൂം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും പാരൻസിനോട് പറയുന്നത്, അവസരങ്ങളല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് മമ്മൂക്കയുടെ ഒരു പടത്തിൽ ചെറിയൊരു വേഷമുണ്ട്, വേറൊരു പടത്തിൽ ഇപ്പുറത്ത് ഔട്ടൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാവാൻ പോണതും ഇപ്പോൾ ഭയങ്കര ഹിറ്റ് മേക്കർ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ ചെറിയൊരു വേഷമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊരു പടം ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ തമിഴ് പടത്തിൽ നായകനായിട്ട് അഭിനയിച്ച ഒരാളാണ്. പക്ഷെ ഇന്നോടെ പടം റിലീസായിട്ടില്ല. അതെ. യാത്രക്കൊടുവിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പടം ഞാൻ അതുവരെ കണ്ടിട്ട് പോലുമില്ല. റോഡിൽ നിങ്ങൾ റോഡിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ചത് കാണാന്നല്ലോ. ആക്സിഡന്റിൽ അഭിനയിച്ചൊരു പടമുണ്ട്, മഹേഷിനെ അറിയില്ല, മുടിയൊക്കെ വളർത്തിയിട്ടുള്ളതോടൊപ്പം ഞാൻ ബിരിയാണിയൊക്കെ നടത്തിയത് മഹേഷ്. റാം സാറിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തങ്കമീനുകൾ, പാരൻബിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് മഹേഷ്. അപ്പം മഹേഷ് ഞാനും ഫസ്റ്റ് സംഭവം, അവൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞാൻ അവനൊക്കെ ആദ്യമായിട്ട് കാണുന്നത് വേറൊരു ആർട്ടിസ്റ്റിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് ഇറങ്ങി വരുമ്പോൾ ഓപ്പോസിറ്റ് നിന്നിട്ട് എന്നെ കാണാം. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയമാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ നടന്നിങ്ങനെ വരികയാണ്, വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് കണ്ടപാട് ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്താ പറയുക, ഷെയർ ഭായി ഒരു ചെറിയൊരു സീനിൽ ഞാൻ അഭിനയിച്ച് തരണിട്ടാന്ന് പറഞ്ഞു. ചെറിയ ഫസ്റ്റ് ഡയലോഗ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മഹേഷ് ഭായി പാടുപെടും, കുറേ ടേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ടേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഫീൽഡിലുള്ള ഒരാളാണ്, അറിയാവുന്നതാണ്. അതും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്ന് ഈ കാസർഗോഡ് മറ്റേതില്ല, ഈ എന്താ ആ മരുന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല, എൻഡോസൾഫാൻ്റെ ഒരു പ്രശ്നപ്പെട്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോം സിനിമ എടുക്കുന്നുണ്ട്, ഹോം സിനിമ. അപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു വേഷം എന്ന് പറഞ്ഞു. സംഭവം ഞാനും ചെറിയ വേഷം, വില്ലനാണ്. പടം റിലീസായപ്പോൾ ഞാൻ നായകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാണെങ്കിൽ അഭിനയിക്കാൻ വന്നത്. അവർ ഭയങ്കര സ്റ്റൈലായിട്ട് അവിടെ ഇരിക്കുന്നു, അവരുടേതായ സ്റ്റൈലിലൊക്കെ പോകണു, ഡെയിലി ഷൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചേ ഉള്ളൂ. കറങ്ങി തിരിഞ്ഞ് പടം കണ്ടപ്പോൾ നായകൻ ഞാൻ. അതവർ സമ്മതിച്ചു. ആ ഡോക്ടർ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി, ഈ വേഷം എന്നെക്കൊണ്ട് തരായിരുന്നില്ലേ, ഇത് വിളിച്ചിട്ട് ഷെയറിന് കൊടുത്തതിനാന്നൊക്കെ വെച്ചിട്ട് പടം ഇറങ്ങിയതിൻ്റെ ശേഷം കുറേ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടുന്ന അവസരത്തെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കളുണ്ട്, തിരിച്ചറിയാൻ പറ്റാത്ത സംഭവമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പല കുഴിയിലും ചെന്ന് ചാടും.
അതെ മക്കൾക്ക് എന്തറിയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലും എന്ന് മാത്രമല്ല, ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്, നല്ലതേ എന്നും നിലനിൽക്കും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരാളെയും പറ്റിച്ചിട്ട് മുന്നോട്ട് പോകാൻ നടക്കുമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സമയം ഏകദേശം നമ്മുടെ അതിക്രമിച്ചിട്ടുണ്ട്. ഓവറായെന്ന് തോന്നുന്നു അല്ലേ, സംസാരം അധികരിച്ചു എന്ന് തോന്നുന്നു. സന്തോഷമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മളുടെ കൂടെ ഒരു ഗസ്റ്റായി വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഈ ഇൻ്റർവ്യൂ ഇവിടെ വെച്ച് നിൽക്കുന്നില്ല, അടുത്ത ഒരു പ്രോഗ്രാമായിട്ട് നമ്മുടെ മൂവിയുടെ ലൊക്കേഷനിൽ വന്നിട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതുപോലെ തന്നെ എന്നെ വിളിച്ചതിലും ഇങ്ങനെ കൊടുന്ന് ഇരുത്തിയാലും ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ എന്താ പറയുക, ഹോട്ട് സീറ്റാവുന്ന വിചാരിച്ചത്. വന്നപ്പോഴാണ് സമാധാനമായത്. കാരണം നിങ്ങൾ അസ്ഥാനത്തൊക്കെ കയറി ചോദിക്കുന്ന ഒരാളാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഹോട്ട് സീറ്റാണോ എന്നുള്ളൊരു എന്നോട് പറയണം. പിന്നെ വന്നിരുന്നപ്പോൾ സമാധാനമായി, കുഴപ്പമില്ല, കൂളായിട്ട് പോകണതാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ. താങ്ക് യു വെരി മച്ച്.